അതും പോയി. എടാ, ഇതിലും ഭേദം നിന്റെ അപ്പൻ്റെ ലോട്ടറി എടുക്കുന്നതായിരുന്നു. വല്ലപ്പോഴും ഒരു 5000 വീണ് കിട്ടുമായിരുന്നു. ഇതിപ്പോ നിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒരു 100 രൂപ വീണ് കിട്ടിയോടാ പൊടിയാ. എന്റെ സാറേ, സർക്കാർ സമ്മാനത്തൊക്കെ വെട്ടിക്കുറച്ചില്ലേ, 3-1 ഇനി എങ്ങനെ 5000 10,000 ഒക്കെ കിട്ടും? ഞാൻ വിൽക്കണ ലോട്ടറിക്ക് മാർക്കറ്റിൽ പലർക്കും 5000 10,000 ഒക്കെ കിട്ടാറുണ്ട്. പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, ഭാഗ്യം വേണം. ഭാഗ്യം അത് വേണം. പറയാൻ പറ്റില്ലേ, ചിലപ്പോ ഇന്ന് 3-30 സാറിന്റെ ഭാഗ്യം. അതെ അതെ. ഒരെണ്ണം എടുക്കുന്നു. വേണ്ട വേണ്ട, ഞാൻ ഇന്നലെ എടുത്തല്ലോ. ഇനി എനിക്കിപ്പോ വേണ്ട. അങ്ങനെ പറയല്ലോ. ഇന്ന് 3-30 ചിലപ്പോ ഭാഗ്യം വന്ന് സാറിന് പെൻഷൻ പറ്റുമ്പോ ഇനിയിപ്പോ ഒന്നും വേണ്ട. വേണ്ട, പോലീസുകാരനായിട്ട് ഒരു ലോട്ടറി ഒക്കെ എടുക്കാതെ പോണത്. ഇത് വെച്ചോ, അപ്പൊ നാളെ 3-30 അറിയാം. ഓക്കെ ഓക്കെ. ഇവനെ കൊണ്ട് തോറ്റല്ലോ. എന്താടാ ഉറുമ്പ് കാണിച്ചാലുണ്ടല്ലോ, നിന്നെയും കൊടുക്കും ഞാൻ അവരെ പോലെ വെട്ടാൻ. പോത്തെ അദ്രു അദ്രു പണി കഴിയാറയാ? അതെ, പൊള്ളാച്ചിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് എണ്ണി ഇറക്കിക്ക്. പിന്നെ ആ 2 ചെറുതുണ്ടല്ലോ, അത് കൊടുത്തതാ. അവർ വന്ന് കൊണ്ടേട്ടാ. ഞാന് അത്യാവശ്യമായിട്ട് ഒരു ഹലോ. അതെ, പറയ്. എങ്ങടെ ബൈക്കുണ്ട്? ഇത് എന്റെ ബൈക്കല്ലേ? അതൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്കിത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. ഈ ബൈക്കാരനെ ഇവിടുന്ന് കൊണ്ടുപോല. ഈ വണ്ടിയല്ല, നിന്നെ വരെ അവിടെ ഞാൻ കൊണ്ടുപോകും. റെയിൽവേ കോളനിയിലെ പിള്ളേരെന്നൊക്കെ അറിയാലോ. നിനക്ക് ഇതിലും പറയാണ്ടെങ്കിലേ നീ അപ്പു ഫിനാൻസിൽ പോയി പറഞ്ഞാ മതി. പണ്ടേ ഒരു ബീഡി കുറ്റി കിട്ടാൻ കൊതിച്ച് നടന്ന കാലുണ്ടായിരുന്നു ഈ അപ്പുവാശാരിക്ക്. അന്നത്തെ അവസ്ഥയെന്ന് ഇന്നത്തെ സെറ്റപ്പിലേക്ക് അപ്പുവാശാരി വളർന്നത് അരവയറുണ്ടും അരമുറുക്കി കൊടുത്തും തന്നെയാ. പിന്നെ ദേ ഈ എംബ്രോയിഡറിയുള്ള ജുബയും ഈ തിളങ്ങണ മാലയും നാസുരക്കാത്ത പോലത്തെ ഈ മോതിരൊക്കെ നഷ്ടപ്പെട്ട് ഞാനൊരു പിച്ചക്കാരനായി കാണണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അയ്യോ, അങ്ങനെ പറയല്ലേ എന്റെ മുതലാളി. അപ്പു ഫിനാൻസിന്റെ മുതലാളി എന്ന് ഈ പത്രാസിലിരിക്കുന്ന കാണാനാ ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലേ നിങ്ങളുടെ ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ കേട്ടാ. കുടിശ്ശിക തീർത്തെടുത്തുണ്ടായാ മതി. 6 മാസം കുടിശ്ശികയുണ്ട്. മുതലാളി ആകെ ബുദ്ധിമുട്ടില്ല. ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാവൂലോ, അത് പണ്ടേ ഉള്ളതാ. അത് നോക്കിയാലേ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് കാശ് എന്നിട്ട് മക്കളെ ബൈക്ക് എടുത്തുകൊണ്ടോക്കോ. എനിക്ക് ബൈക്ക് റെന്റിന് കൊടുക്കുന്ന പരിപാടി ഉണ്ടെന്ന് അറിയാലോ. കാശ് എത്തിക്കാൻ വൈകിയ നിന്റെ ബൈക്ക് ഈ ചല്ലി ചെക്കന്മാരെ അങ്ങനെ ഓടിക്കണത് നിങ്ങളുടെ മുമ്പിൽ ഓടിക്കാൻ നിങ്ങൾക്ക് കാണേണ്ടി വരും. ഫ്രീക്കന്മാര് കാശ് ചോദിക്കാൻ വരുമ്പോ എന്താ ഒരു ഉഷാറ്. തിരിച്ചു ചോദിച്ചാ ഞാൻ ബൂർഷുവായി, മൂരാച്ചിയായി, മാഫിയക്കാരനായി. എന്താ ഒരു കോലം. എഴുന്നള്ളിക്കാനും കൊള്ളില്ല, കത്തിക്കാനും കൊള്ളില്ല. പിന്നെയും പോയി. ഇനിയിപ്പോ നാളെ ആവാം. ഈയിടെ ആയിട്ടേ ആന്റണിയുടെ കാശ് പോക്കാ. ലക്ഷങ്ങൾ പോയത് 8 കളിക്കുക. അത് ശരിയാ, ഇവിടുന്ന് 10-20 കിട്ടും.
10-20 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ കംപ്ലീറ്റ് കളി ടൗണിലാണേ. അവിടെ ലക്ഷങ്ങൾ കാണുമ്പോൾ ആളുടെ കണ്ണ് ചിമ്മണ്. ഒരു കാലത്തെ ലക്ഷങ്ങൾ വാരി കൂട്ടിയതാ. പോവാൻ തുടങ്ങിയപ്പോ മൊത്തം പോയി. നാളെ തിരിച്ചു കിട്ടാനും മതി. ലോട്ടറി പോലല്ലേ ചീട്ടുകളി, കിട്ടിയാ കിട്ടി, പോയാ പോയി. പൊടിയാ ആന്റണി നാളെ തോറന്ന് എടുക്കട്ടെ. ഓ വേണ്ട. നീ പൈസ പിന്നെത്താ മതിയടാ. ഓ വേണ്ടേ, ഇത്രയും നേരം ചീട്ട് കളിച്ചിട്ട് ഒരു കോപ്പും കിട്ടിയില്ല. പിന്നെ ലോട്ടറി, നീ കാശിന്റെ ഒരു 500 രൂപ. അപ്പം ബീഫും കഴിക്കാൻ നിന്ന കാശും കളിച്ചു പോയി. ഇനി ബീഫില്ലാതെ വീട്ടിൽ കയറി ചെന്ന് അങ്ങേരെ എന്നെ വെട്ടു. എടാ ഇപ്പൊ കച്ചവടമൊക്കെ കുറവാണ്. ഈ ലോട്ടറി എടുക്കണമെന്ന് വെച്ചാൽ സാധാരണ കൂലിപ്പണിക്കാരല്ലേ, അവർക്കും പണിയില്ലാത്ത അവസ്ഥയാ. അവനവിടെ ഉണ്ടാ? അവൻ നിന്നെ കാത്തവിടെ ഇരിപ്പുണ്ട്. എന്നാ വാടാ, വന്നിട്ട് 2 അടിക്കാം. ഏയ് പിടിച്ചേ. പോയ കാര്യം എന്തായി? വണ്ടി എടുത്തതിന് അപ്പോ ഫിനാൻസ് കൊണ്ടുവച്ചു. പക്ഷെ പിള്ളേരിൽ പൈസ ഒന്നുമില്ലെന്നാ തോന്നുന്നു. കാശക്കവന്മാരുണ്ടായിക്കോളും. ഇല്ലെങ്കിലേ അപ്പുവാചാരി ആരാന്ന് അവന്മാര് ശരിക്കും അറിയും. ആദ്യം വണ്ടി റെന്റിന് കൊടുക്കും, പിന്നെ വണ്ടിയുടെ കട്ടയും പടവും മടങ്ങും. അല്ല, ഇന്നത്തെ ചീട്ടുകളി എന്തായി? ഇന്നും ഒന്നും കിട്ടിയില്ല, മൊത്തം പോയി. ഇതെന്ന് തിരിച്ചു പിടിക്കാനാ? ഒരു 10 രൂപ മാറ്റി വെക്കാൻ പറ്റണല്ലോ. നമുക്കും ഒരു സമയം വരും. വന്നാ പിന്നെ കളി പിടിച്ചാ കിട്ടില്ല. പോയതൊക്കെ തിരിച്ചു പിടിച്ചിട്ടേ ഈ ആന്റണി കളി നിർത്തുള്ളൂ. നീ ഒഴുക്കി. അന്തരു, ഇറച്ചി തീർന്നടാ? കഴിഞ്ഞു. എന്ത് ഈ നേരത്ത്? ചീട്ട് കളിച്ചിരുന്ന് വൈകിപ്പോയതാ. അപ്പനാണെങ്കിൽ ഇറച്ചിക്ക് പൈസയും തന്നു. ഇറച്ചി കൊണ്ടിരുന്നില്ല അങ്ങേരന്റെ തല. അങ്ങനെ വരട്ടെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ ആർക്കെങ്കിലും മാറ്റി വെച്ചിന്റെ കുറച്ചതാ. ഞാൻ നോക്കട്ടെ. അന്തരു, എന്താടാ കാട്ടാനക്കൂട്ട് ഇറങ്ങി വന്നേക്കണ? ഇതില് 2 എണ്ണത്തിന് വിറ്റാ മതി, ഒരു കൊല്ലം ചീട്ട് കളിക്കാം. ഈ സേവിയർ കാശൊക്കെ ഇവിടെ കൊണ്ട് വെക്കണ്ട. പിള്ളേരാണെങ്കിൽ അതും ഇല്ല. പിള്ളേരില്ലെങ്കിൽ എന്താ? നിന്റെ പോലെ കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് കാശ് കളയണ മുതലാളി ആണുങ്ങളെ പോലെ കച്ചവടം ചെയ്ത കാശ് ഉണ്ടാക്കണ നീയോ വീട്ടിലത് കൊണ്ട് കളയാനായിട്ട്? അതെ, നീ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട. നിന്റെ മുതലാളി ഒരാഴ്ച കൊണ്ട് ഈ പോത്തിനെ വിറ്റുണ്ടാക്കുന്ന കാശുണ്ടല്ല, ഈ ആന്റണി വിചാരിച്ചാ ഒരൊറ്റ രാത്രി കൊണ്ടുണ്ടാക്കും. നീ ഉണ്ടാക്കും. നീയേ വേഗം കൊണ്ടായി വീട്ടിൽ കൊണ്ട് നടക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിന്റെ അപ്പം നിന്നെ വെട്ടി കറിയാക്കും. അപ്പച്ചാ വാ അപ്പച്ചാ, ചോറ് കഴിക്കാം. നേരെ എത്ര ആയില്ലേ? ഇച്ചായും ബീഫ് കൊണ്ടുവന്നിട്ട് എപ്പ ചോറ് കഴിക്കാനാ? വയറ് കാഞ്ഞിങ്ങനെ കിടക്കല്ലേ? എനിക്ക് വേണ്ട. അപ്പച്ച വന്നേ, ഇച്ചായം വരുമ്പോ വരട്ടെ. വാ അപ്പച്ചാ. വിളിക്കാൻ വന്നു എന്നെ പറഞ്ഞാ മതിയല്ലോ. പൊരുത്തം കേട്ടോ. അപ്പച്ചൻ കഴിക്കാൻ വരുന്നില്ല, ദേഷ്യം പിടിച്ച അവിടെ കിടക്കുക. ഈ ആന്റണി ചേട്ടൻ ഇങ്ങനെ പോയാ എവിടെ ചെന്ന് അവസാനിക്കും എന്തോ? എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല. ഓരോ ദിവസം ചെല്ലുംതോറും കുടുംബം മറന്നുള്ള പോക്ക. എന്ത് ചെയ്യാനാ നമ്മുടെ വിധി? കുടുംബം നോക്കി നടക്കേണ്ട ആളാ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്. എന്റെ കർത്താവേ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിടന്ന് പരീക്ഷിക്കുന്നത്? ദേ വന്നു. അതെ, വന്നു കയറി പാടെ ഒന്നും പറയാൻ നിൽക്കണ്ട. വെറുതെ ഒച്ചപ്പാടും ബഹളാവും. കൊണ്ടുണ്ടാക്ക്. എന്താ ഇത്ര താമസിച്ചേ? നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ എവിടെ കിടന്നെന്നൊക്കെ പിന്നെ പറയാ. പോയി കറി ഉണ്ടാക്കടി.
പൂക്കളൊക്കെ എവിടെ പോയി? ഹലോ ഹലോ കൊച്ചുമേ, മുതലാളിനെ വിളിക്ക്. നമ്മുടെ പൂത്തുകളൊന്നിനും കാണാനില്ല. കാണാനില്ലേ? ആരാണ്ട് കട്ടുണ്ടെന്ന് തോന്നണേ. ഒറ്റ നേരം കാണാനില്ല. ദേ നീ ഒന്ന് കിടന്നോ, പോത്തുകളെ ആരോ കിടന്നോ, കിടന്നോ. കട്ടോണ്ട് പോയിന്ന്. പോത്ത ആര് കേട്ടുണ്ട്? ആരാന്ന് അറിയില്ല. ആര് വിളിച്ച്? അന്ത്രു. പോത്തിന് ആര് കേട്ടുണ്ടോയി? ആ ആരാ ഇത് ചെയ്തതെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടണല്ലേ. രാത്രി 11 മണി വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. എല്ലാ പോത്തുകളെയും ഒരുമിച്ച് പാതിരാത്രിക്ക് കടത്തി കൊണ്ടുപോകണമെങ്കിൽ അവൻ ആരായിരിക്കും? എന്തായാലും അവൻ കണക്കുകൂട്ടി തന്നെ വന്നവനാ. നീ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട. നിന്റെ മുതലാളി ഒരാഴ്ച കൊണ്ട് ഈ പോത്തിനെ വിറ്റുണ്ടാക്കുന്ന കാശുണ്ടല്ലോ, ഈ ആന്റണി വിചാരിച്ച ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കും. എനിക്കൊരാളെ സംശയമുണ്ട്. ആരാ? ഞാനാ പേര് ഞാനാ പറഞ്ഞെന്ന് മുതലാളിയോടും പറയരുത്. ഇല്ല, നീ പറ. ആരാ? ആന്റണി. അവൻ ഉച്ചക്ക് നമ്മുടെ പോത്തോളെ കണ്ണു വെച്ചിട്ട് പോയി. ആന്റണി ചേട്ടൻ മോഷ്ടിച്ചോ? അതെ, അങ്ങനെ ഒരു പരാതി സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ആന്റണിയോട് പറഞ്ഞത് കേട്ടോ. നമുക്കൊന്ന് മാറിയെന്നാലോ? എന്ത് കാര്യത്തിന്? പോലീസുമായിട്ടുള്ള ബന്ധം അറിയാലോ. എടാ, അവൻ അങ്ങനെ പല ബന്ധം ഉണ്ടാവും എന്ന് വെച്ച് ചെയ്യാത്ത കുറ്റത്തിനുള്ളിൽ പോവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ വിട്ടോ, ഞാൻ ആദ്യം സേവിയറിനൊന്ന് കാണട്ടെ. ഇങ്ങോട്ടോ കാലത്തിന്റെ ധൃതിയില് ഇന്നലെ കടത്തിക്കൊണ്ടുപോയ പോത്തിന്റെ കാശ് വാങ്ങാൻ പോണായിരിക്കും അല്ലേ? എന്താടാ ചോദിച്ചു കേട്ടില്ലേ? എന്താ മിണ്ടാത്തെ? നീ എവിടെ കട പോത്തിനെ കടത്തിക്കൊണ്ട് പോയത്? എന്റെ സാറേ, ഞാൻ പോത്തിനൊന്നും മോഷിച്ചിട്ടില്ല. ആ സേവിയർ എനിക്കെതിരെ പരാതി കൊടുത്തു പറഞ്ഞു. അത് ചോദിക്കാൻ പോവാ ഞാൻ. സേവിയറിന്റെ അടുത്തൊക്കെ നമുക്ക് പിന്നെ പോകാം. തൽക്കാലം നീ ജീപ്പിൽ കയറ്. അതെന്നാ സാറേ, കട്ടവനെ കിട്ടിയില്ലേ കിട്ടിയവനെ പൊക്കണത് ഏർപ്പാട്. പോലീസിനെ പണി പഠിപ്പിക്കുന്നതാ കേരളത്തില്. കേരളം ഇങ്ങോട്ട് പിടിച്ച് കേട്ടോ, അങ്ങോട്ട് കേട്ടോ. ആ പോലീസിനെ പണി പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. സാറേ, ആന്റണി ഇതുവരെ ആരോടും നിർബന്ധം കാണിച്ചിട്ടില്ലട്ടാ. എന്നെ കള്ളനാക്കാൻ നോക്കിയ സേവിയറെ കൊല്ലു ഞാൻ. എന്താടാ നിനക്ക് ജീപ്പിൽ കയറാൻ ഒരു മടി? സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതൊക്കെ ഞങ്ങള് തീരുമാനിച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ സാറേ ചെയ്തിട്ടില്ല. പോലീസ് അച്ചോ, അനി, വിവരങ്ങൾ ഞാൻ അറിഞ്ഞു. ആന്റണി കളവും തുടങ്ങിയ
ഇച്ചാൻ നിരപരാധിയാ. ഒരു പോത്തിനെ മോഷ്ടിച്ചിട്ടില്ല. അച്ഛൻ എങ്ങനെയെങ്കിലും ഇച്ചാനെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. ഇടവകക്കാർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് പരിഹരിക്കേണ്ടത് ഇടവക വികാരി നിലയിൽ എന്റെ ചുമതലയാണ്. ആനി പേടിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്തോളാം. ശരി അച്ചോ. അപ്പച്ചാ, അപ്പച്ചൻ എങ്ങോട്ടാ? എനിക്കേ ഒരു വക്കീലിനെ കാണണം. എടി, അവനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കണ്ടേ? അപ്പച്ചൻ ഈ വയസ്സാം കാലത്ത് എന്തിനാ ഇതിന്റെ പുറകെ നടക്കുന്നേ? ഞാൻ ഫാദറിനോട് ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫാദർ നോക്കിക്കോളൂ. എടി, ഫാദർ നോക്കിക്കോട്ടെ. എന്നാലും എനിക്ക് ആ സേവിയറിന്റെ മുഖത്ത് നോക്കി രണ്ടു വർത്തമാനം പറയണം. കാശിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി പാപ്പുറത്തെ വീട്ടുകാർക്ക് കക്കേണ്ട ആവശ്യം ഇതേവരെ വന്നിട്ടില്ലെന്ന് അവനൊന്ന് അറിയണം. ഒരു കാലത്ത് മാർക്കറ്റും കോളനിയും ഒന്നിച്ചു കൊണ്ടുവരുന്നവനായി കുഞ്ഞച്ചൻ. അതവൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തണം. അല്ല അപ്പച്ചാ, അപ്പച്ചൻ എന്തിനുള്ള പുറപ്പാടാ? അപ്പച്ചൻ വീണ്ടും തല്ലുണ്ടാക്കാൻ പോവാണോ? ഈ കുടുംബത്ത് ഒരു തരി സമാധാനമില്ല. കുറച്ചു കാലമായിട്ട് ഞാൻ എന്റെ പെട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാരും കൂടി എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. ഭർത്താവേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നീ തന്നെ തുണ. സാനു, നമുക്ക് ആകെയുള്ളത് നീയാ. നീ ആ ആന്റണിന്റെ പുറകെ നടന്ന സമയം കളയല്ലേ? നീ എന്തെങ്കിലും പണി ചെയ്ത് അവനവന്റെ കാര്യം നോക്കാൻ നോക്ക്. ഇത്ര നാൾ അവന്റെ കൂടെ നടന്ന് നിനക്ക് വല്ലതും കിട്ടിയോ? കടമില്ലാതെ കടമൊക്കെ ഞാൻ വീട്ടും. ഓ, വീട്ടും. ഞാൻ ചാവണ വരെ നിനക്ക് വല്ലതും ഞണ്ണാൻ കിട്ടും. അത് കഴിഞ്ഞ് ഈ കോളനിയിൽ നീ തെണ്ടി നടക്കേണ്ടി വരും. അമ്മയ്ക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. ഡാ, എന്നിട്ട് നിനക്ക് ബുദ്ധി ഉദിക്കുന്നുണ്ടോ? തൊണ്ടി നടന്നാ മതി രാവും പകലും. ഇപ്പൊ വീട്ടിൽ പോയിക്കോ. ജാമ്യവ്യവസ്ഥകളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. ചേട്ടാ വാടാ. സാറേ, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാ സാറിനെ അകത്ത് കയറ്റിയതും നല്ല പോലെ തലോടിയതും. അതെന്റെ ഉള്ളില് എന്നും ഉണ്ടാവും. കേസ് തെളിയിക്കാൻ ഞങ്ങൾക്ക് പല മാർഗങ്ങളുണ്ട്. അപ്പൊ ചോരത്തിളപ്പ് കാണിച്ച ഞങ്ങളുടെ കൈ വെറുതെ ഇരിക്കില്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എന്റെ ഞരമ്പിൽ ഓടണതേ പാപ്പുറത്ത് കുഞ്ഞച്ചന്റെ ചോരയാ. അത് തിളച്ച അത്ര പെട്ടെന്നൊന്നും ആറില്ല സാറേ. തിളപ്പ് മാറ്റുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നീ എടുപ്പിക്കരുത്. മര്യാദക്ക് നടന്നാ നിനക്ക് നല്ലത്. അല്ലാതെ പഴയ ഓൾഡേജ് ഗുണ്ടകളെ പോലെ പോലീസിന്റെ നെഞ്ചത്ത് കയറി നടന്നുണ്ടല്ലോ മോനെ, നീ വെവ്വേറെ അറിയും. ഈ കാക്കിക്കും അത് ഇടുന്നവനും പവർ വേറെയാ, പ്രത്യേകിച്ച് ഈ സ്റ്റേഷനിലുള്ളവർക്ക്. അപ്പൊ കാണാ സാറേ. കേറാ. എടാ അന്ത്രു, ഇപ്പൊ നീ ഓടിക്കോ. നീ നിന്റെ സേവിയർ മുതലാളിയോട് പറഞ്ഞേക്ക് അവന്റെ പുറകെ തന്നെ ഞാനുണ്ടെന്ന്. കേട്ടാ?
ആന്റണി എന്താടാ ഇത്? എടാ ഒരു തെറ്റും ചെയ്യാതെ സേവിയറിനെ കള്ളനാക്കിയതല്ലേ, അപ്പൊ ഇതും എന്റെ പേരിൽ ഇരിക്കട്ടെ. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ആന്റണി, ഇതുപോലെ ഒറ്റ വെട്ടിനുരുളണം അവന്റെ തല. ഇപ്പൊ ഒന്നും ചെയ്യണ്ടല്ലോ പക്ഷേ, നമ്മുടെ പൂത്തുകളെ കൊണ്ടുപോയതാരാന്ന് പോലീസ് വരെ പറഞ്ഞിട്ടില്ല. ആന്റണിനെ കള്ളനാക്കി എന്റെ അരിശം തീർത്തതാ. തൽക്കാലം വിട്ടേക്കാം. അവനുള്ള മരുന്ന് എളയപ്പം കൊടുത്തോളൂ, നമ്മളിറങ്ങണ്ട. എന്നാലും ആന്റണിയുടെ ചങ്കൂറ്റം സമ്മതിക്കണം. സേവിയറിന്റെ പോത്തിനെ വെട്ടി അതിന്റെ തല സേവിയറിന്റെ വീടിന്റെ വാതക തന്നെ കൊണ്ട് വച്ചില്ലേ? അങ്ങനെ അവസാനം ആന്റണി പാപ്പുറത്ത് കുഞ്ഞച്ചന്റെ മോനാണെന്ന് തെളിയിച്ചു. വെറുതെ നിൽക്കുന്നവനെ കള്ളനാക്കിയില്ലേ സേവിയർ? ആരാ പോത്തിനെ കട്ടുകൊണ്ടോയെന്ന് ആർക്കറിയാ? ആന്റണിക്ക് വിഷമം കാണും. പോലീസ് അവൻ അതുപോലെയല്ലേ തല്ലിയത്. അത് ശരിയാ. പക്ഷേ ഈ ആന്റണിക്ക് ഇത്ര ധൈര്യം കിട്ടിയത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കളി സേവിയറിനോടാ. അവൻ വടക്കുന്ന ആളിറക്കിട്ടെ വള്ളക്ക് കത്ത് കയറ്റും. അതാ സേവിയർ. ആന്റപ്പാ, ആന്റണിയുടെ രക്തേ പാപ്പറത്തെ കുഞ്ഞച്ചന്റെയാ. ആ രക്തത്തിന് ഇത്തിരി വീര്യം കൂടും. കളിക്കണ കളിയല്ല. ഇനി എന്തൊക്കെയാ നടക്കാൻ പോണെന്ന് കണ്ടറിയാം. സംഭവം സേവിയർ പോലീസിൽ പറഞ്ഞിട്ടില്ല. പോലീസിൽ പരാതിയായിട്ട് ചെന്നിട്ടില്ലെന്നാ കോൺസ്റ്റബിൾ മാത്രം എന്നോട് പറഞ്ഞത്. ചിലപ്പോ പ്രശ്നമൊന്നും വേണ്ടെന്ന് വെച്ചാണ്. അല്ല, പോത്തിന്റെ കാര്യത്തിൽ അന്വേഷിച്ചിട്ട് നിരപരാധിയാന്ന് എനിക്ക് തോന്നിക്കാണും. അതെ, അത്ര നിസ്സാരനായിട്ട് സേവിയറെ കാണണ്ട. അവൻ മനസ്സിലെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് കാണും. തന്റെ മുഖച്ചായക്ക് കൊട്ടുന്നിട്ട് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അവൻ വെറുതെ ഇരിക്കുന്നൊന്നും എനിക്ക് തോന്നണില്ല. പ്രത്യേകിച്ച് പണത്തിനും ആൾബലത്തിനും ഒക്കെ നമ്മളെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ. എന്തായാലും ആന്റണി 2 ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. എന്തൊക്കെയാകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നൊരു കാര്യമുണ്ട്, നിനക്കൊരു പേര് വീഴും. പോത്തുന്തല. പോത്തുന്തലേ? ഇതൊരുമാതിരി റൗഡികളുടെ പേര് പോലെ ഉണ്ടല്ലോ. പലരും കാണുന്നത് ആ ഗണത്തില. നമ്മൾ ഗുണ്ടകളും റൗഡികളൊന്നും അല്ലാന്ന് നമുക്ക് മാത്രമല്ല അറിയൂ. എല്ലാം കൈവിട്ട് പൊക്കോണ്ടിരിക്കുകയാണല്ലോ. ഇനി ഈ പോത്തിന്റെ പേരിൽ എന്ത് പുകലാണോ വരാൻ പോണത്? അമ്മച്ചി, അപ്പച്ചൻ ആരുടെ പോത്തിന്റെ തലയാ വെട്ടിയത്? ആവോ, എനിക്കൊന്നും അറിയില്ല. നീ പോയിരുന്നു പഠിച്ചേ. ഒറ്റ രാത്രി കൊണ്ട് ആന്റണിയെ ഗുണ്ടയാക്കി മാറ്റിയ ഈ നാട്ടുകാര് ആന്റണിക്കിട്ട പേരാണ് പോത്തുന്തല. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ പുള്ളിക്കാരന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞാണ്ടല്ല, തന്റെ തലയെടുത്ത ആള് വീടിന്റെ പടിക്ക് കൊണ്ടുപോയി. അയ്യോ, ഞാനൊന്നും പറയുന്നില്ല. ഈ നാട്ടുകാര് പറയുന്നു, ഞാനത് കേൾക്കുന്നു, പറയുന്നു, അത്രേ ഉള്ളൂ. പണ്ട് അവന്റെ ഒപ്പം മാർക്കറ്റിലെ തെമ്മാടിയായിരുന്നു അറിയാലോ. തെമ്മാടി കുഞ്ഞച്ചൻ എന്നല്ലേ നാട്ടുകാർ വിളിക്കാറ്. പിന്നെ ആ വഴിക്കാണ് ഇപ്പൊ ആന്റണിയുടെ പോക്ക്. കുഞ്ഞച്ചന്റെ മകൾ ആനി കെട്ടാതിരിക്കണത് എന്തുകൊണ്ടാണെന്നറിയോ?
എന്താ? അവളെ ഒരാൾ ചതിച്ചതാ. ആണോ? ആ ചതിച്ചവന്റെ മുട്ടുകാല് തല്ലി ഒടിച്ച് അവന്റെ ചിരട്ട ഈ റോട്ടിൽ തല്ലി പൊട്ടിച്ചവനാ കുഞ്ഞച്ചൻ. ആണോ? അതുപോലെ തന്നെയാ ഇപ്പൊ ആന്റണിയുടെയും പോക്ക്. പിന്നെ ഈ കേസ് കൊടുക്കാത്ത എന്താന്ന് വെച്ചാല് അവന് നിങ്ങളുടെ ഈ പോലീസുകാരുടെ ബൂട്ടിട്ട കാലുകൊണ്ടുള്ള ചവിട്ടല്ല വേണ്ടത്, നിന്റെ കത്തി കൊണ്ടുള്ള ഒരു രസ. അതുകൊണ്ടാ സേവരേട്ടാ, ഈ വയസ്സാം കാലത്ത് നേർക്ക് നേരെ പൊരുതി അകത്ത് പോണ്ട. പോത്തിന്റെ തലവെട്ടിയതിന്റെ ദൃക്സാക്ഷി അന്തറുവിന്റെ മൊഴി മതി അവൻ അകത്തിടാൻ. അതല്ലേ നല്ലത്? ഈ കേസും കൂട്ടൊക്കെ ഞാൻ കുറെ നടത്തിയതാ ശ്രീമതി, അതിലൊന്നും വലിയ കാര്യമില്ല. ഈ മഴക്കര മാർക്കറ്റില് മുന്നെ വെല്ലുവിളിച്ച് വന്നവരെയൊക്കെ രാത്രിക്ക് രാത്രി പോത്തും വണ്ടിയിൽ ചവമാക്കി കയറ്റി വിട്ടിട്ടുണ്ട് ഞാൻ. ആന്റണിയൊക്കെ ആന്റണി എനിക്ക് നേർക്ക് നേരിട്ടൊന്ന് മുട്ടണം. അതെനിക്കൊരു ഹര. പണ്ടത്തെ പോലെയല്ല, ചുറ്റിലും കണ്ണ. നമ്മളറിയാതെ തന്നെ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞു, വളരെ സൂക്ഷിച്ചു വേണം ഓരോ ചൂടും വയ്ക്കാൻ. കൊല്ലാൻ എളുപ്പ, ഒളിപ്പിക്കാനാ പാട്. ഇപ്പോ ഞാൻ ഈ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ, ചുമ്മാ ഒരു സാമ്പിളാ. എന്തിനാ ഈ സാമ്പിള്? ആ സാമ്പിള് കണ്ടിട്ട് അവനൊന്ന് ഞെട്ടണം. അവൻ അങ്ങനെ പോത്തുന്തലായിട്ട് എന്നെ വെച്ചങ്ങനെ വാഴും. ചേടാ മോന്റെ പേരെന്താ? ജീവ. മോന ആന്റണിയുടെ മോനല്ലേ? ആന്റണിയുടെ മോനാടാ. നിന്റെ അപ്പച്ചന് വേറൊരു പേരുണ്ട്, അതെന്താണെന്ന് അറിയാം നിനക്ക്? ഇല്ലേ? പോത്തുന്തലാന്ന്. നിന്റെ അപ്പച്ചന് എങ്ങനെയാണ് പോത്തുന്തലാന്ന് പേര് വന്നത് അറിയാം നിനക്ക്? അതും അറിയില്ലേ? ആഹാ, ഞാൻ പറഞ്ഞുതരാട്ടാ. നിന്റെ അപ്പച്ചൻ ഒരു ദിവസം നിന്റെ പോത്തിന്റെ തല അങ്ങോട്ട് അറുത്ത് കളഞ്ഞ്. എങ്ങനെയാണ് നിന്റെ അപ്പച്ച പോത്തിന്റെ തല അർത്ഥം നിനക്കറിയോ? അതും അറിയില്ലേ? അത് ഞാൻ പറഞ്ഞുതരാട്ടോ. അതായത് ഒരു ദിവസം എന്റെ പാവം പോത്തിനെ പേടിക്കണ്ട, നിന്റെ അപ്പച്ചനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പോകണ്ട, നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോയാൽ മതി. കൈ എടുക്കടാ. എന്റെ കുഞ്ഞിന്റെ കഴുത്തെ കത്തി വെച്ചവന്റെ കൈ ഞാൻ എടുക്കും. എടാ, ഒരു പോത്തിന്റെ തലവെട്ടിയതിന്റെ പേരിൽ ഒളിച്ചു താമസിക്കാൻ അത്ര ഭീരുവൊന്നല്ല ഞാൻ. പിന്നെ നീയെ കൂടി ഉണ്ടാക്കിയോണ്ടാ 2 ദിവസം ഇവിടെ കിടന്നത്. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. ഞങ്ങളുണ്ടോ നിന്റെ കൂടെ? അങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആ പന്നിയുടെ കയ്യിന് പൊങ്ങരുത്. ആ പന്നിന് എന്താ ചെയ്യേണ്ടത്? ആന്റണി ചേട്ടൻ പറ. നീ ഇന്നൊരു സ്ഥലം വരെ പോണം, എന്റെ അപ്പന്റെ പഴയ ഒരു ചങ്ങാതിനെ കാണാൻ. ചങ്ങരേട്ടാ, ആരാ? ഞാൻ ആന്റണി പറഞ്ഞിട്ട് വന്നാ. ഇതിപ്പോ ഇതിനെ തോട്ടെ നമ്മൾ സാറ് മീൻ പിടിക്കാൻ പോകുമ്പല്ലേ കൊണ്ടുപോവാറ്? മീനിന്റെ ആയാലും മനുഷ്യന്റെ ആയാലും ജീവൻ എല്ലാവർക്കും ഒരുപോലെയാ.
എന്താ സാധനം എന്നറിയാമോ? തോട്ട. ഈ വടി കൊണ്ടൊന്ന് അടിച്ചാ അത് പൊട്ടും. പിന്നെ അറിയാല, നിന്റെ മോന്റെ ശരീരം പല കഷ്ണങ്ങളായിട്ട് ചിന്നിച്ചിതറും. ഇത് കാണണടാ നിനക്ക്. എന്റെ മോനൊന്നും ചെയ്യരുത് ആന്റണി. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ മോന്റെ കഴുത്തിൽ വരയാനും മാത്രം സേവ്യർ വളർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനൊന്ന് കാണണം, നേർക്ക് നേരെ. പറ, അതിനെന്താ ഒരു വഴി? എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ അന്വേഷിക്കുന്നുണ്ട്. ശരി. ആ ആന്റണി ഇറങ്ങിയെന്നറിയാൻ സകല മുക്കും മൂലയും തപ്പി. ഒരു വിവരവുമില്ല. പകച്ചു കാണും. ചെക്കന്റെ കഴുത്ത് വരഞ്ഞിട്ടിട്ടും ആന്റന്റെ അനക്കൊന്നും കാണുന്നില്ലല്ലോ. കളി കാര്യത്തിലെടുത്തപ്പോ നമുക്ക് കളി അറിയാവുന്നവന് മനസ്സിലായി കാണും. ഏതെങ്കിലും വളത്തിൽ പതുങ്ങിയിരിപ്പുണ്ടാവും. അവന്റെ അപ്പന്റെ ഉശുരുണ്ടെങ്കിൽ അവനോട് വന്നാനെ. ഈ കാക്കി ഉള്ളിടത്തോളം കാലം ഏത് കൊലകൊമ്പനെ ഞാൻ മുട്ടുകുത്തിക്കും. ഒരിക്കലേ സ്റ്റേഷനിൽ വെച്ച് 2 തങ്ങിയതാ. അതിന്റെ ഒരു ക്ഷീണം കാണുവന്. ഒരു മിനിറ്റ് വെണ്ണമ്പഴ വിളിക്കുന്നു. ഹലോ, ആ ഞാൻ നമ്മളെ വീടിന്റെ താഴത്തുള്ള പാടത്തരമ്പത്തുണ്ടേ. ഇതൊന്ന് അടങ്ങണ്ട അണ്ണാമോ. വന്നു, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. വെണ്ണുമ്പിള്ളേക്ക് തിരക്കായി പോയി. അവനെന്റെ പോത്തിന്റെ കഴുത്ത് വെട്ടെങ്കിലേ ഞാൻ അവന്റെ കുടുംബം മുച്ചൂടും മുടിച്ചിട്ടേ അടങ്ങുള്ളൂ. ഇന്നോടാണ് അവന്റെ കളി. ഒരു പോത്തെന്താണ് ആന്റണി. സാറ് പോയോ സാറ്? ഇനിയൊന്നും അവൻ വരാൻ പോണില്ല. അവൻ എന്നെ പേടിച്ചിട്ടുണ്ടാവുന്നേ. ഞാൻ പോവാ. അവന്റെ മോന്റെ കഴുത്തിൽ വര വീണപ്പോ അവനൊക്കെ പേടിച്ചു പോയി. പേടി തൂറി. ഇങ്ങനെ മനുഷ്യന്മാര് പേടിച്ചല്ലോ എങ്ങനെ ഉണ്ടാക്കിയ തന്തയെ പറയിപ്പിക്കാൻ വേണ്ടി സാറൊന്നൊന്ന് വീട്ടിൽ കൊണ്ടിട്ട് അപ്പൊ പേടിച്ച് പണ്ടാതെ നടക്കും. നീ എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു വരയിട്ട്, എന്നാ നിന്റെ കഴുത്തിൽ ഒരു കട്ട ഒരു വര. ചാവില്ലടാ, ഒരു കുഞ്ഞു വര. കുഞ്ഞച്ച, മകൻ പോക്കൃത്തരം കാണിച്ചു നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ തടി വാഴപ്പിണ്ടിയാവും. പറഞ്ഞേക്ക്. സാനോടേടി അവനെവിടെ ഇല്ല സാറേ. അവനെ കൂടി പ്രതിയാക്കണമെന്നുള്ള ആലോചനയില ഞങ്ങള്. മര്യാദക്ക് നടന്ന അവനും കുടുംബത്തിനും നല്ലത്. പറഞ്ഞേക്ക്. കുഞ്ഞച്ചാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ ആ മോന്റെ കൂടെ നടന്നേ എന്റെ കൊച്ചിന്റെ ജീവിതം നശിക്കുന്നേ. ഇപ്പൊ പോലീസ് അവനും കൂടെ കേസ് കൊടുക്കുന്ന പറയുന്നത്. ഒരു ഗുണ്ടയുടെ മോൻ അതൊക്കെ ആവാം, പക്ഷെ ഞങ്ങള് പാവങ്ങളാണേ. വെറുതെ വിട്ടേക്ക്. അതൊന്ന് ഓർത്താ മതി. ഒരു അപ്പനും മോനും നാട് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. മാത്രം സാറേ, ആകെ പ്രശ്നങ്ങളാണല്ലേ? അതെ അതെ. അല്ല, നമ്മുടെ സി ഐക്ക് എന്താ ആന്റണിയെ കാണുമ്പോ ഇത്ര കലിപ്പ്? ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം സി ഐയുടെ തെറ്റിദ്ധാരണ അല്ലേ? അതെ.
CA എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ ചെകുത്താന്റെ സ്വഭാവ. പിന്നെ പണം കണ്ട കമന്ന് വീഴും. ആ അക്കാര്യത്തിലെ എസ് ഐ മോശമൊന്നല്ലോ. രണ്ടുപേരെ ഒരു മുഖത്തിൽ അങ്ങ് കേട്ട രണ്ടും നല്ല ചേർച്ചയാ. നമ്മുടെ ഒരു കുഗ്രാമം ആയതുകൊണ്ട് കുഴപ്പമില്ല. വേറെ വല്ല സ്റ്റേഷനുമായിരുന്നെങ്കിലേ പണ്ടേ തൊപ്പി തെറിച്ചു. പല ചട്ടമ്പിമാരും തല്ലി പതിരെടുത്തിട്ടുള്ള ആന്റണീനെ അവരെ എവിടെ വെച്ച് കണ്ടാലും പൊക്കും. തോട്ട വെച്ചാ കളി. പോത്തുന്നല എവിടെയാടാ? എടാ നിന്നോട് ചോദിച്ചേ. എനിക്കറിയില്ല സാറേ. പരാതി ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. എന്തെങ്കിലും ഞങ്ങളുടെ കയ്യിൽ കിട്ടും. പോലീസ് പറഞ്ഞതാ. ആ പൊടിയാ, എന്തായാലും ആന്റണിയുടെ ചങ്കൂറ്റ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇളയപ്പനെ തൊട്ട സ്ഥിതിക്ക് അലോഷി വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അവനെ വെറുതെ വിടരുത്, കൊല്ലണം. ഷെയ്ക്ക് ചെയ്യാതെ കിടക്ക്. തല അധികം അനക്കണ്ട കേട്ടോ. വാ. ഒരു 7 അങ്കുലി ചെക്കനെ ഒതുക്കാൻ ഇളയപ്പന് പറ്റിയില്ല അല്ലേ? ഒരു വെട്ടുപോത്തിന്റെ കരുത്തുണ്ടല്ലോ ഇളയപ്പന്റെ ചങ്കിന്. എന്നിട്ട് എന്ത് പറ്റി? ഫുൾ ബീറ്റായിരുന്നടാ. പിന്നെ അവൻ നമ്മുടെ വീടിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ അന്ത്രുവിന്റെ വീട്ടിൽ തോട്ട വെച്ച് കെണി ഒരുക്കി. എന്നിട്ടാ നമ്മുടെ കുടുംബത്തിൽ കയറിയത്. നമുക്ക് കെണി ഒരുക്കാതെ തന്നെ അവന്റെ വീട്ടിൽ കയറണം. വീട്ടിൽ കയറി കളിക്കുന്നൊരു സുഖം അവനൊന്നും അറിയട്ടെ. അലോഷി, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? മതി ഈ തല്ലും ബഹളങ്ങളൊക്കെ. ആന്റണീനെ കള്ളനാക്കിയോണ്ട് ഇതൊക്കെ സംഭവിച്ചത്. മതി, നിർത്ത്. ഇനി എനിക്ക് ഇത്തിരി സമാധാനം വേണം. പോയി പോയി ചോറുകൊണ്ടുള്ള കളിയായി. ഇത് എവിടെ ചെന്ന് അവസാനിക്കുക? അവന്റെ പത്തി താഴുന്നവരെ തല്ലിപ്പരത്തും. ചട്ടമ്പിത്തരം കുന്നത്ത് തറവാട്ടുകാർക്ക് അറിയാന്ന് അവന് കാണിച്ചു കൊടുക്കണം. അലോഷി, ഇത് തീക്കളിയോ? തീക്കളിയായ ഊതിക്കെടുത്ത് എനിക്കറിയാം. അവന്റെ അപ്പം കുഞ്ഞച്ചന്റെ കൈയും കാലും വരെയും ഞങ്ങള്. എന്നിട്ട് പോത്തും തലി അറക്കും, നേർക്ക് നേരെ നേരിടാൻ. ഇളയമ നോയിക്കോ. എന്റെ കർത്താവേ, ഇനി എന്തൊക്കെ പുകിലാണാവും ഉണ്ടാവാൻ പോണത്? അവനെന്തി? അവനോട് ഞാൻ വിട്ടോളാൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാം? എൻ്റെ കൂടെ എന്നാ അവൻ പെടും. പോലീസിൽ പരാതിയില്ലാത്തതുകൊണ്ട് പണിയൊന്നും കിട്ടൂല. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. ആ അലോഷി വന്നിട്ടുണ്ട്. അവന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ. എന്താ പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവനങ്ങനെ നിന്റെ വീട്ടിൽ കയറുമെന്ന് എന്റെ പേടി. സേവിയറിന് കൂട്ടുപ്രതിയാക്കിയിട്ട് കേസ് ഒന്ന് കടുപ്പിക്കാം.
അതിലവര് പെടും. ആ, ഒരു കാരണവശാലും അവർ ഊരിപ്പോരരുത്. അത് ഞാൻ ഏറ്റു. മതി. അയ്യോ എനിക്ക് വയ്യേ. അത് കലക്കി. കുഞ്ഞച്ചന്റെ വീര്യം സേവിയറും അലോഷിയും ശരിക്കും അറിഞ്ഞു. എന്റെ പൊന്നു കർത്താവെ, തോട്ട കെട്ടാൻ ഇത്രയും മനോധൈര്യമുള്ളത് കുഞ്ഞച്ചന് മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത്. ഒറ്റ തോട്ട കൊണ്ട് 10 പേരെ കിടുകിടാന്ന് വിറപ്പിച്ച ആളാ കുഞ്ഞച്ചൻ. ആ കുഞ്ഞച്ചനെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് നരുന്ത് പോലെ ചെറുക്കൻ അങ്ങോടി എന്നത്. ഒരു തരി പോലും ശത്രുതയില്ലാത്ത 2 കുടുംബങ്ങൾ തമ്മിലാ കടിച്ചു കീറാൻ നിൽക്കണത്. ഒറ്റ ദിവസം കൊണ്ടല്ലേ ഈ കഥയെല്ലാം മാറിയത്. ഇങ്ങനെ പോയ കൊല്ലിലും കൊലയിലേ ഇതൊക്കെ അവസാനിക്കും. പിടിച്ചേലും വലുത് അളയിലിരിക്കുന്നു പറഞ്ഞ പോലെയാണ് ആന്റണിയുടെ കാര്യം. അവൻ രണ്ടും കൽപ്പിച്ചുകൂടി നടക്കാം. സേവിയർ വിചാരിച്ചോടത്തൊന്നും അവന് കിട്ടാൻ പോകില്ല. വീട്ടില് തോട്ട കൊടുത്തു പോയെന്നുള്ളതാണ് ചെറിയൊരു അറിവ് കിട്ടിയത്. സേവിയറും കൂട്ടരും വെറുതെ ഇരിക്കില്ലെന്ന് അവന് മനസ്സിലായിട്ടുണ്ടാവും. ആക്രമിക്കാൻ വന്നവരെ പന്നിപ്പടക്കം കൊണ്ട് എന്റെ വീട് ആക്രമിച്ചെന്നും പറഞ്ഞാണ് വക്കീലിന് കേസ് കൊടുത്തിരിക്കുന്നത്. കളി എവിടെ വരെ എത്തി? ആ SI ശ്രീപതി സൈഡുള്ളത് കൊണ്ടാണ് അലോഷി അകത്തു പോകാതെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇന്നലത്തെ സംഭവത്തോടുകൂടി അലോഷി ഇപ്പൊ അകത്തായനെ. ആന്റണി കള്ളു കുടിച്ചാലും അയാൾ ഒരു കൂർമ്മ ബുദ്ധിക്കാരനാ. അതാ ഞാൻ പറഞ്ഞേ, പിടിച്ചേലും വലുത് അളയിലിരിക്കുന്നത്. ആന്റണി കരുതി കുട്ടി ഇറങ്ങിയിരിക്കുക. അവനിപ്പോ എന്നാ നോക്കാനാ? ഉള്ള ഭാര്യയാണെങ്കിൽ ഇട്ടിട്ട് പോയി. ഇനിയിപ്പൊ മുകളിൽ ആകാശവും താഴെ ഭൂമിയും. അതാണ് ഇപ്പൊ ആന്റണിയുടെ അവസ്ഥ. പോത്ത് കച്ചവടം നടത്തി അയാളും പോത്തിനെ പോലെയായി. അതാ കൊച്ചിനോട് ഇങ്ങനെ ചെയ്ത്. അല്ല മോളെ, ഈ ആന്റണിക്ക് ഇപ്പൊ എന്താ പറ്റിയേ? നല്ല സ്വഭാവമായിരുന്നല്ലോ. ചീട്ടുകളി ആന്റണിയെ നശിപ്പിച്ചത്. കുറച്ചു കാലായിട്ട് കളിയെന്നുള്ള ഒറ്റ ജ്വരം മാത്രമേ ഉള്ളൂ. തോന്നിയാല് പോവും, തോന്നിയാല് വരും. എന്താ ചെയ്യാ? മനുഷ്യന്റെ ഉള്ള മനസ്സമാധാനം പോയി. അപ്പാ, എന്തൊക്കെയാ കേക്കണേ? ഇച്ചാനിത് എന്തിനുള്ള പുറപ്പാടാ? എടി കൊച്ചേ, വീട്ടിൽ കിടന്നുറങ്ങിയവൻ്റെ പേരിലല്ലേ കള്ളക്കേസുണ്ടാക്കിയത് ആ പോത്ത് കച്ചവടക്കാരൻ. അതിൻ്റെ ദേഷ്യം അവനുണ്ടാവും. ഇങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കും? എങ്ങനെയൊക്കെയായാലും സേവറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നാൽ മതിയായിരുന്നു. അറിയാതെയാണെങ്കിലും അവനിപ്പോൾ എൻ്റെ വഴിയിലൂടെ നടക്കുന്നത്. ആ വഴിയൊന്നും നേടിത്തരില്ല, നഷ്ടങ്ങളല്ലാതെ. അത് തടയണം. അച്ചോ, ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യണല്ലോ. ഓരോരോ സാഹചര്യത്തിൽ സംഭവിക്കണതാ. ആന്റണിയെ, നീ ഇപ്പൊ എന്ത് പേരിൽ അറിയപ്പെടുന്നെന്നറിയോ? പോത്തും തലാന്ന്. പക്ഷേ എന്റെ മുഖത്ത് നോക്കി ഒരുത്തനെ പേര് വിളിക്കാറില്ല. അതെങ്ങനെയാ? ആർക്കാടാ പന്നിപ്പടക്കത്തിന്റെ ഏറുകൊണ്ട് ചാവ അത്ര വലിയ ഇഷ്ടം? അല്ലടാ ആന്റണി, നിനക്ക് എവിടുന്ന് ഈ പന്നിപ്പടക്കം കിട്ടണേ? പണ്ട് നിന്റെ അപ്പണ്ടാക്കിയിരുന്നു എന്നറിയാം. നീ ഉണ്ടാക്കാൻ തുടങ്ങിയ? ഇല്ലച്ചോ, അത് അപ്പന്റെ പഴയ ഒരു ചങ്ങാതിയാ. ആളുണ്ടാക്കിയതാ ഈ മീൻ പിടിക്കാനൊക്കെ വേണ്ടിട്ട്. അപ്പൊ നീയാണത് അപ്പനെ കൊടുത്തല്ലേ അവ മാർക്കറ്റ് വിൽക്കാൻ? അച്ചോ, ഇത് കയ്യിലെന്റെ ഒരു ധൈര്യം അച്ചു. ഒരാളും അത്ര പെട്ടെന്നൊന്നും അടുത്തേക്ക് വരില്ല. ജീവൻ വെച്ചുള്ള കളിയല്ലേ അച്ചു. അതെപ്പോഴും കയ്യിലുണ്ടാ? മടിയിലുണ്ടച്ചോ. ഇതും കൊണ്ടിട്ടാണോ നീ എന്നെ കാണാൻ വന്നത്? ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, ഇതെന്റെ കയ്യിലുണ്ടെങ്കിൽ എന്റെ ജീവൻ ഒരു ഉറപ്പാ. ആന്റണിയെ, നിന്റെ ഈ പോക്ക് എങ്ങട്ടാന്ന് വല്ല പിടിയില്ല. കേസും കൂട്ടവും ജയിലായി മാറുന്ന എന്റെ ജീവിതം. പിന്നൊരു തിരിച്ചു വരവുണ്ടാവില്ല. വരും പോലെ വരട്ടേച്ചു. ഞാനിപ്പോ അച്ഛനെ കാണാൻ വന്ന വേറൊരു കാര്യത്തിനാ. ജെറീനെ മോനെ എനിക്കൊന്ന് കാണണം. എന്റെ ഈ ജീവിതത്തിനിടയിൽ അവരെ സ്നേഹിക്കാനോ സംരക്ഷിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. അവരെങ്ങനെയെങ്കിലും എനിക്കൊന്ന് കാണണം. അത്ര വിഷമിച്ചിട്ടാ ഞാൻ വന്നത്. താലിമാല പൊട്ടിച്ചെറിഞ്ഞു പോയതാണ് എന്റെ ഭാര്യ. അവളെ കാണാൻ കൂട്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. എന്നാലും ഞാനൊന്ന് പോയി നോക്കാം. അച്ഛൻ എന്തർത്ഥത്തിലാ ഞാൻ ആന്റണിയെ കാണണമെന്ന് പറയണത്? ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ച് പോന്നതാ. കർത്താവ് കൂട്ടിച്ചേർത്തത് എനിക്ക് അകറ്റാൻ കഴിയോ? എല്ലാവരും സമാധാനത്തോടെ കഴിയണമെന്ന
ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ത് സമാധാനാണ് അച്ചോ. എല്ലാ വിശേഷങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എന്റെ മോന്റെ കഴുത്തിൽ കത്തിവെച്ച ആ വീട്ടിലേക്ക് ഞാൻ കാലെടുത്ത് കുത്തില്ല. ആന്റണി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല്ലച്ചോ, അത് അച്ഛന്റെ തോന്നല. ഒരു തരി സ്നേഹം ഞങ്ങളോടുണ്ടായിരുന്നെങ്കിൽ ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും ഇങ്ങനെ നടക്കില്ലായിരുന്നു. ആന്റണിയുടെ വഴിക്കാണ് പോകുന്നത്. ഇപ്പൊ ആയുസിന് പോലും ഒരു ഉറപ്പില്ലാത്ത വ്യക്തിയാ. അങ്ങനെ ഒരാളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് അപ്പനെ കാണണമെന്നുണ്ടോ? വേണ്ട. അച്ചോ, ഇനി ആന്റണിയുടെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണമെന്നില്ല കേട്ടോ. ശരി അച്ചു, അവര് പറഞ്ഞാ ശരി. ഓരോന്ന് നഷ്ടപ്പെടുമ്പോഴാ നമുക്കതിന്റെ വേദന മനസ്സിലാവുന്നത്. പോട്ടെ അച്ചു. മഴച്ചാറലേ മിഴിനീരു പോൽ പൊഴിയുന്നു ഇടനെഞ്ചിലെ കനലാഴിയെ കെടുത്താനിനെ. ഓ മഴച്ചാറലേ മിഴിനീരു പോൽ പൊഴിയുന്നു ഇടനെഞ്ചിലെ കനലാഴിയെ കെടുത്താനിനെ. മെല്ലെ മെല്ലെ കാറ്റിൻ കയ്യാൽ തഴുകാമോ? പൊള്ളും നെഞ്ചിൻ നീറക്കാറ്റായണയാമോ? മഴയേ ഓ മഴച്ചാറലേ വീട്ടിൽ പോണം. അപ്പനും അനിയും തനിച്ചല്ലേ ഉള്ളൂ. ഞാൻ കാരണം ഇനിയും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ആന്റണി മാളത്തിന്ന് പുറത്തിറങ്ങി. ഇപ്പൊ എന്തായി? നീ ഇത് കണ്ടോ? വക്കീൽ നോട്ടീസാ. വീട് കയറി ആക്രമിച്ചെന്ന് പറഞ്ഞ അതിന് കേസ് കൊടുത്തിരിക്കുക. തൂങ്ങാൻ ഇത് പോരെ? ഇതൊക്കെ അവന്റെ ബുദ്ധിയാ, ആ ആന്റണിയുടെ. നിങ്ങൾ ചിന്തിക്കണേന്റെ അപ്പുറത്ത് അവന്റെ ബുദ്ധി. പണം കൊണ്ട് ശക്തി കൊണ്ടൊന്നും ബുദ്ധി ഉണ്ടാവണമെന്നില്ല. തൽക്കാലം ഇതിനെന്താ ഒരു പരിഹാരം എന്ന് ഞങ്ങളൊന്ന് ആലോചിച്ചു നോക്കട്ടെ. പറ്റേണ്ടത് എന്തായാലും പറ്റിപ്പോയി. ഇനിയിപ്പോ എങ്ങനെയാണ് ഞങ്ങളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വെച്ചേക്കില്ല കുടുംബത്തെ ഞങ്ങള്. ഇതാ ഞാൻ പറഞ്ഞത്, ആവേശം കൊണ്ടൊന്നും നേടില്ലെന്ന്. ഇവിടെ ബുദ്ധി കൊണ്ടാ നമ്മൾ കളിക്കേണ്ടത്.
ആ ശ്രീപതി കാരണം കൊണ്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ട പോയത്. കേസ് കോടതിയിലെത്തിയാലേ കളി മാറും. അലോഷിക്കൊപ്പം ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കേണ്ടി വരും. ഏയ്, ആദ്യം നല്ലൊരു വക്കീലിനെ കാണണം. അദ്ദേഹം നല്ലൊരു വഴി പറഞ്ഞുതരായിരിക്കില്ലേ? അലോഷി, അതിനു മുമ്പ് നീ ഫാദർ ജോസ് പൈലി ഒന്ന് പോയി കാണും. ചിലപ്പോ അവിടെ നിന്ന് എന്തെങ്കിലും നീക്കുപോക്കുണ്ടായാലോ. ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല. അവന്റെ മനസ്സ് മുഴുവൻ നിങ്ങളോടുള്ള പകയാ. നിങ്ങളുടെ ഇളയപ്പനാണ് അവന്റെ ജീവിതം നശിപ്പിച്ചത്. അവനെ പോത്തുണ്ടലേക്കിയത്. അതൊക്കെ എല്ലാവർക്കും അറിയാച്ചോ. അച്ഛനൊന്ന് കുഞ്ഞച്ചൻ കൊടുത്ത കേസ് പിൻവലിക്കാൻ പറയണം. അച്ഛൻ പറഞ്ഞ ആന്റണി കേൾക്കും. നിങ്ങൾ നേരെ കുഞ്ഞച്ചനെ കാണണം. കാല് പിടിച്ചോ കൈ പിടിച്ചോ പ്രശ്നങ്ങൾ തീർക്കണം. അതാ എല്ലാവർക്കും നല്ലത്. അത്രയ്ക്ക് തരം താഴണച്ചോ. പ്രശ്നങ്ങൾ രണ്ട് ഭാഗത്തുണ്ടായിട്ടുണ്ട്. അന്ത്രു മോനെ, പ്രശ്നങ്ങൾ തീരാൻ ഞാൻ കണ്ടിട്ട് അതൊരു വഴിയുള്ളോട്ടാ. അച്ചോ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ആദ്യം, എന്നിട്ട് തീരുമാനിക്കാം കുഞ്ഞച്ചന്റെ കൈ പിടിക്കണോ കാല് പിടിക്കണോന്ന്. അപ്പോ പോട്ടെ അച്ചോ. അച്ഛന്റെ വേദോപദേശമൊന്നും വില പോയില്ലപ്പാ. നീ അത് വിട്ടുകളടേക്ക. ഈ കേസും കോടതിയൊന്നും നമുക്കത്ര പുത്തിരിയുള്ള കാര്യമൊന്നുമല്ല. അവര് തോട്ടം കൊണ്ട് കളിച്ചാൽ നമ്മൾ വാളുകൊണ്ട് കളിക്കണം. ഇനി അവൻ അനങ്ങുന്നതിന് മുമ്പ് അവനെ കൂച്ചുവല അല്ലെങ്കിൽ കുന്നത്ത് തറവാട്ടുകാര് ഇങ്ങനെ തോർത്ത് തലയിലിട്ട് നടക്കേണ്ടി വരും. ഇളയപ്പാ, അതിനവനെ വരഞ്ഞ് വരഞ്ഞ് കൊല്ലണം. കഴുത്തില് വരഞ്ഞ് കളിച്ചാ പോരാ, വെട്ടി വെട്ടിക്കൊല്ലണം. എന്താണ് എന്റെ തീരുമാനം? അച്ചോ, ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് പോകില്ല. കേസും ഞങ്ങൾ പിൻവലിക്കാം. എനിക്ക് റെജീനെ മോനെയും കൂട്ടി നഷ്ടപ്പെട്ടു പോയ എന്റെ ജീവിതം തിരിച്ചു പിടിക്കണം അച്ചോ. അത് നല്ല തീരുമാന. കർത്താവിന്റെ അനുഗ്രഹം നിനക്കുണ്ടാവും. ഞാനിത് അവരോട് പറയാം. അച്ചോ, ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടാവണം. ഇനി ഞാനായിട്ടൊരു പ്രശ്നത്തിനും പോകൂല. ആന്റണി ഒന്ന് തണുത്തു എന്ന് വെച്ച് ഇനി എന്റെ മേത്തിട്ട് വന്ന കുഞ്ഞച്ചന്റെ ചോരയാണ് എന്റെ ഞരമ്പിൽ ഓടണമെന്ന് അവരറിയും. അത് അച്ഛൻ അവരോടൊന്ന് പറഞ്ഞേക്ക്. ഞാൻ നോക്കിയിട്ട് ഈ പ്രശ്നം തീർക്കാൻ ഇനി ഒരൊറ്റ മാർഗമുള്ളൂ. എന്താ? അന്ത്രു. അന്ത്രു എന്താ വെച്ചാ? അന്ത്രു കൊലക്കേസ്, ആന്റണി അറസ്റ്റിൽ. അന്ത്രു കൊലക്കേസ്, ആന്റണി അറസ്റ്റിൽ. മകൻ അഴിക്കുള്ളിലായ കുഞ്ഞച്ചൻ പതറും. പിന്നെ കേസ് നമ്മുടെ വഴിക്ക. അലോഷിയെ, ഒരു തോട്ടം കണ്ടപ്പോ അവൻ നമ്മളെ മറന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്ത്രുവിനെയും അങ്ങ് മറക്കാം. എന്നാലും എൻ്റെ അലോഷി, നിങ്ങൾ ആന്റണീനെ കൊന്ന് തെമ്മാടിക്കുയിലടക്കിയത് എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അവൻ പെടഞ്ഞ് ചാവണത് എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. സാരല്ല, എന്നാലും നിങ്ങളവനെ കൊന്ന് തെമ്മാടിക്കുഴിയിൽ ഒതുക്കിയല്ലോ, അത് മതി. ആന്റണി, നിന്നോടൊന്ന് യാത്ര പറയാൻ പറ്റിയില്ലല്ലോ. അതിനെന്താ അന്ത്രു, ഒരു അന്ത്യകുദാശ ചൊല്ലിക്കോ. അല്ലടാ മച്ചു? പിന്നല്ലാണ്ട്.
അവനെ ഉറക്കാതെ ഞാൻ എങ്ങനെ ഉറങ്ങാനാ സാറേ? അതുകൊണ്ട് എത്ര രാത്രിയായാലും വിളിച്ചോ. ആ ശരി. വിഷപ്പാമ്പാ, നിന്നെ ജീവിക്കാൻ വിട്ടാ എന്റെ വഴി നീ മുട്ടിക്കും. അതുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ല്, അങ്ങ് സാത്താന്റെ അടുത്തേക്ക്. അച്ചോ, ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞോലെ വന്നില്ലേ കാര്യങ്ങള്? നിലയില്ലാ കയത്തിൽ മുങ്ങി താഴുമ്പോലെ ആ കുടുംബം. എങ്ങനെ ചിന്തിച്ചിട്ടും ഒരു കരകയറ്റം ഞാൻ കാണുന്നില്ല. ഇതൊന്നും അവൻ മനഃപൂർവ്വം ചെയ്തതല്ലോ. സാഹചര്യങ്ങൾ അവൻ അവിടെ കൊണ്ടെത്തിച്ചു. എല്ലാം മറന്ന് നീയും കുഞ്ഞും വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒക്കെ തകിടം മറന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കാനുള്ളത് അനുഭവിക്കണം. എല്ലാം ദൈവനിശ്ചയം.
ഞാനിപ്പം അച്ഛനെ കാണാൻ വന്നത് ഒരു കാര്യം പറയാനാ. അത് അച്ഛൻ മനസ്സറിഞ്ഞ് ചെയ്തു തരണം. ജെറിനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആന്റണി ഇപ്പോ അവന്റെ അപ്പം നടന്ന വഴിയിലൂടെയാ നടക്കുന്നത്. എന്റെ മോന് അവന്റെ അപ്പന്റെ വഴി വേണ്ട. എല്ലാം അറിയുന്ന അച്ഛൻ തന്നെ അവനെ അനുഗ്രഹിക്കണം. എടാ പോത്ത് കച്ചവടക്കാരൻ സേവിയറേ, എടാ ഞാനാടാ പാപ്രത്ത് കുഞ്ഞച്ചൻ. നിന്നെ നേരിട്ടൊന്ന് കാണാമെന്നതാ. എടാ അലോഷി ചത്തതേ അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. നീ അന്ത്രുവിനെ കൊന്നിട്ട് കള്ളസാക്ഷി പറയിപ്പിച്ച് എന്റെ മോനെ അകത്താക്കിയല്ലേ? ദേ നീ ഇത് കണ്ടോ? ഇത് അന്നത്തെ ബാക്കിയാ. ഇത് നിന്റെ നെഞ്ചത്തിട്ട് പൊട്ടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. എന്റെ ആനിമോൾ ഒറ്റപ്പെട്ടു പോവല്ലോ എന്ന് കരുതിയാ. എടാ എന്റെ മോന്റെ ജീവിതം തകർത്തിട്ട് നീ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതണ്ടാ പോത്തെ. കുഞ്ഞച്ചൻ ഇവിടെ തന്നെ കാണും. കേട്ടാ പോത്തെ. സാനു, നീ ഇത് പോലീസിന് കൊടുക്കേ വക്കീലിന് കൊടുക്കേ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. പക്ഷെ എനിക്ക് പലിശ കൃത്യമായിട്ട് കിട്ടണം. മുതലിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അല്ല, ഈ ആന്റണി ഇത് എന്ത് കളി കളിക്കണേ? കളിച്ചല്ലോ, കളിപ്പിച്ചല്ലേ. ആ സേവിയർ സിഐയും കൂടി. ഓ, അതെന്തായാലും കൊന്നാലും കൊന്നില്ലെങ്കിലും 2 കൊലക്കേസ് ആന്റണിയുടെ പേരില്. ഈ കേസീന്ന് അത്ര പെട്ടെന്നൊന്നും ഇതിന്ന് ഊരി പോരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ കേസ് ഞാൻ പഠിച്ചു. ആകെ കുഴപ്പാ. സംഗതി 302 അറിയാലോ. അലോഷിയുടെ കൊലയ്ക്ക് സാക്ഷിയില്ല എന്നൊരു ഡിഫൻസ് എടുക്കാം. പക്ഷെ അന്ത്രുവിന്റെ കൊല അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതാ, അത് ഉറപ്പാ. പോലീസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷികളെ വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്തു. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സാർ? നോക്കാം. അന്ത്രുവിന്റെ ഭാര്യ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് കൂടുതൽ കുഴപ്പം. അത് മാറ്റണം. അപ്പൊ സേവിയർ പഴുതടച്ച് കളി തുടങ്ങിയല്ലേ? പഴയ കുഞ്ഞച്ചനായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും വരില്ലായിരുന്നു. പോലീസും ജയിലും ഒക്കെ പണ്ടത്തെ കുഞ്ഞച്ചന് ഇല്ല. പക്ഷെ മക്കളുടെ കാര്യം വരുമ്പോ മനസ്സ് പതറിപ്പോവുക. ജാമ്യം എങ്ങനെയെങ്കിലും കിട്ടണം സാറേ. ശ്രമിക്കാന്ന് പറയാന്നേ പറ്റൂ. ചേച്ചി, ഇനി കരഞ്ഞിട്ടും പിടിച്ചിട്ട് എന്താ കാര്യം? ആ കുടുംബത്തിൽ നിന്ന് നേരത്തെ പോരേണ്ടതായിരുന്നു. ഞാൻ ആന്റണിയുടെ ഭാര്യ മാത്രമല്ലല്ലോ, ഞാൻ ഒരു കുഞ്ഞിന്റെ അമ്മയും കൂടെയല്ലേ. അതുകൊണ്ടാ ഇത്രയും നാളെല്ലാം സഹിച്ചത്. ഇനി ഞാൻ അങ്ങോട്ടില്ല. കഴിച്ചില്ലേ? എത്ര ദിവസമായി ഇങ്ങനെ ഇരിക്കുക? ഞങ്ങളെല്ലാവരും കഴിച്ചു. ജാമ്യം കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചതാ. കഴിക്കേ. മാത്ത സാറേ, പോത്തുന്നലിക്ക് ജാമ്യം കിട്ടിയില്ലല്ലേ? ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു. എങ്ങനെ കിട്ടാനാ? കളികൾ അങ്ങനല്ലേ നടക്കണേ. ഇതാ പറയുന്നത്, തലവരെ മാറ്റാൻ പറ്റില്ല എന്ന്. ജയിലിൽ എടുക്കാൻ യോഗം ഉണ്ടെങ്കിലേ കിടന്നല്ലേ പറ്റൂ. എനിക്കങ്ങനെ കാണാൻ പറ്റില്ല. ഈ കൊലയ്ക്ക് പിന്നിലെ സേവറും കൂട്ടരുവാ. പിന്നെ അവരെ സഹായിച്ച ആരാണെന്നൊക്കെ എനിക്കും അറിയാം, ഈ നാട്ടുകാർക്കും അറിയാം. അത് ശരിയാ. ചേച്ചിക്ക് തോന്നുന്നുണ്ടോ അന്ത്രുവിനെ കൊന്ന് ആനന്ദിച്ചേട്ടനാന്ന്? ആര് കൊന്നാലും എനിക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടില്ലേ? ആരായാലും അവർക്ക് അതിനുള്ള ശിക്ഷ
ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് കൊടുത്തോളൂ. ഞാൻ ഇതും പറഞ്ഞു ഞങ്ങളുടെ അടുത്തേക്ക് ആരും വരണ്ട. മാത്തൻ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അന്ത്രുവിന്റെ ഭാര്യ കേൾക്കും. നമുക്ക് ആ വഴി നോക്കിയാലോ? അപ്പൊ നാളെ വക്കീലിനെ കാണാൻ പറ്റണം. ശരി, ഞാൻ വരാം. ആ അന്ത്രുവിന്റെ പെണ്ണ് ഫർദർ ഇൻവെസ്റ്റിഗേഷനും പെറ്റീഷനായിട്ട് നടക്കുന്നത് നമുക്കൊരു തലവേദനയാണ്. എന്നാലും സാരില്ല, നമ്മളുണ്ടാക്കിയ സാക്ഷികൾ കൂറുമാറാതിരുന്നാ മതി. ഏയ്, നിങ്ങൾ ഈ പ്ലാൻ ചെയ്ത് എങ്ങോട്ടാ? അത് നീ ഒന്നും മിണ്ടാതിരുന്നേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വന്ന ആന്റണിക്ക് ചിലപ്പോൾ ഗുണം ചെയ്യും. നമ്മളുണ്ടാക്കിയ ഐവിനെസ് അവരുടെ കയ്യെ പെടരുത്, പണിയാവേ. അവനങ്ങനെ കാലുമാറുന്ന കൂട്ടത്തിലൊന്നല്ല. ഞാൻ അവൻ അങ്ങനെയാ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്നാ കുഴപ്പമില്ല. ആ വാലായിട്ട് നടക്കുന്നവരെ കൂടി ഇതില് പ്രതിയാക്കണമായിരുന്നു. അവരാ ഇതിലിങ്ങനെ ചകഞ്ഞ് നടക്കുന്നത്. ചേട്ടാ, ചേട്ടനിപ്പോ ജോലിക്ക് പോയിട്ട് പൈസ ഒന്നും കിട്ടണല്ലേ? എന്തേ? അമ്മയുള്ളപ്പോ എന്റെ പഠിക്കണ ഫീസൊക്കെ കൊടുക്കുന്നത്. ഞാനിപ്പോ എന്താ പഠിക്കണെന്ന് ചേട്ടൻ അറിയോ? നീ BA അല്ലേ? BCA, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓരോ സെമസ്റ്ററിന് ഒരുപാട് പൈസ വരും. അമ്മച്ചിക്കാണെങ്കിൽ തീരെ വയ്യ. ഇത്ര കാശുണ്ടാക്കാൻ അമ്മച്ചിക്ക് പറ്റോ? ഞാൻ നോക്കട്ടെ. സാനു, അവര് പറയുന്നതിലും കാര്യമുണ്ട് കേട്ടാ. നമ്മളിനി എങ്ങനെ മുന്നോട്ട് പോകും? അതെ, പൈസ എങ്ങനെയാലും ഉണ്ടാക്കണം. ഇനി ആരെ കൊല്ലാനാ പോത്തും തല ശിങ്കിടികളുടെ പ്ലാൻ? ഞങ്ങൾ ആരെ കൊല്ലാനാ സാർ? ഞങ്ങൾ ജോലിയുടെ കാര്യം സംസാരിക്കായിരുന്നു. ചട്ടമ്പിത്തര ഒരു ജോലിയല്ലേ, പിന്നെ എന്തിനാ വേറെ ജോലി? അന്തർവിന്റെ വീട് കയറി ബോംബ് വെച്ച കാര്യം വിട്ടുകളഞ്ഞതാ. അല്ലെങ്കിൽ ആ പോത്തും തലയുടെ കൂടെ പോയാനേ രണ്ടുപേരും. ഇനി എന്തെങ്കിലും ഉണ്ടായ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. വണ്ടി എടുക്കണോ? ഇങ്ങനൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് വന്നപ്പോഴാണ് വീട്ടുകാരെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചത്. തോന്നി പോലെ നടക്കുകയായിരുന്നു ഇതുവരെ. ഞാൻ നടന്ന ചില വഴികളൊക്കെ തെറ്റായിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു പ്രാവശ്യം നമ്മളിവിടെ വന്ന് പെട്ടാൽ പിന്നെ നമ്മൾ ജയിൽ പുള്ളികളാ. ജനങ്ങൾ അങ്ങനെ കാണൂ. കണ്ണുള്ളപ്പം കണ്ണിന്റെ വില അറിയില്ല എന്ന് കാരണവന്മാര് പറയാറില്ലേ? ഇപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ. അപ്പച്ചനെന്റെ പാരന്റ്സ് മീറ്റിംഗിന് വരാൻ പറ്റോ? അപ്പനച്ചിരി തിരക്കുണ്ട്, മോൻ അമ്മച്ചിയും കൂട്ടി പോ. എല്ലാ പ്രാവശ്യം അമ്മച്ചി തന്നെ വന്നെ, ഇപ്രാവശ്യം അപ്പച്ചൻ വന്നാ മതി. അപ്പനച്ചിരി തിരക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ അമ്മയും കൂട്ടി പോടാ. ഓ, അപ്പന് മോന്റെ കാര്യം നോക്കാൻ എവിടെയാ സമയം? ചീട്ട് കളിക്കാനല്ലേ നേരമുള്ളൂ. അതേടി, എനിക്ക് നിന്നേലും ഇവനൊക്കെ പോലെ ചീട്ടുകളി തന്നെ. ആ, അതെനിക്കറിയാം. മോൻ ഇങ്ങോട്ട് വന്നേ. അതവിടെ വെച്ചേ. കൊച്ചിനെ ഞാൻ സൈക്കിൾ മേടിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. നീ ഒന്ന് പോയാ, സൈക്കിളൊക്കെ പിന്നെ മേടിക്കാം. നിങ്ങളുടെ മുടിഞ്ഞ ചീട്ടുകളി കാരണം ഈ കുടുംബം നശിച്ചു. ആ കാശ് തന്നെ. അതെ, എന്നെ ഉപദേശിക്കാൻ നിൽക്കരുത്. കേട്ടേ? താരകം മെല്ലെ മെല്ലെ കണ്ണു ചിമ്മി മായവേ, തേന്നില തെന്നി തെന്നി ദൂരെ ദൂരെ മാഞ്ഞു പോയി. താരകം മെല്ലെ മെല്ലെ കണ്ണു ചിമ്മി മായവേ, തേന്നില തെന്നി തെന്നി ദൂരെ ദൂരെ മാഞ്ഞു പോയി. അലയാഴിയാകവേ കനലായി മാറവേ, മിഴിനീരു വീണൊരേ
ഇതുവരെ ജാമ്യം കിട്ടില്ല എന്ന് വെച്ചിട്ട് നാളെ കിട്ടിക്കൂടാന്നില്ല. വക്കീൽ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നീ വിഷമിക്കാണ്ടിരിക്കുക. പിടിവിട്ട് പോവാണ് അച്ഛോ ഞങ്ങളുടെ കുടുംബം. ജെറീനയും മോനും പോയി. ഇച്ചനാണെങ്കി ഇപ്പൊ മറ്റൊരാളായി. നാളെ എന്താവെന്ന് ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അച്ഛോ. എന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. കർത്താവിൽ വിശ്വസിക്കുക, അവനൊരു വഴി കാണിച്ചു തരും. അനി, ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ ജീവിതം ഇങ്ങനെ ഒറ്റയ്ക്കാക്കണോ? സ്നേഹിച്ച ആളെ ചതിച്ചു എന്ന് വെച്ചിട്ട് എത്ര നാളെ ഇങ്ങനെ തനിച്ച്? മോളെ, എല്ലാം അറിയുന്ന ഒരാൾ വന്നാൽ നിനക്ക് സ്വീകരിച്ചൂടെ? കുഞ്ഞച്ഛൻ അതൊരു ആശ്വാസം. ശാപം കിട്ടിയ കുടുംബാച്ഛൻ ഞങ്ങളുടേത്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മറ്റൊരാളുടെ കണ്ണീരും കൂടെ വീഴണ്ട. എൻ്റെ മനസ്സിലിപ്പോ എൻ്റെ ഇച്ചായൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. കർത്താവേ, കുടുംബത്തെ ആപത്തു നിന്ന് കാത്തോളണേ. സാറിന് വരാൻ പറഞ്ഞു. ആ, ഇനിയിപ്പോ ഈ കൊലക്ക് ഒരു പ്രതിയോഗിക്കണ്ടേ? 10 ലക്ഷം രൂപയോ ഓഫർ. സാറ് പേടിക്കണ്ട, വഴി ഉണ്ടാക്കാം. അന്ന് ആ തോട്ട എറിഞ്ഞ കേസിൽ വിട്ടുകളഞ്ഞ പിള്ളേരില്ലേ, അവരെ ഒന്ന് വളച്ചോക്കാം. ഇത്തിരി കാശ് വീശിയ വീഴാതിരിക്കില്ല. ആ കോളനിയിലെ പിള്ളേരാ, ഒരു ഗതിയില്ലാതെ നടക്കുക. അവർ ആന്റന്റെ പിള്ളേരല്ലേ? നമ്മൾ പറയുന്നിടത്ത് വരൂ. ശ്രമിച്ചു നോക്കാതെ. ട്രാപ്പ് ഞാനിട്ടോളാം. ഡാ, 2-3 ദിവസത്തെ കാര്യമുള്ളൂ. പുഷ്പം പോലെ ഇറങ്ങാം. അതിനുള്ള ഉപ്പോളം ഇട്ടിട്ട് ഞങ്ങൾ FIR എടുക്കുന്നത്. സാറേ, ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. സാറെന്തൊക്കെ പറഞ്ഞാലും സംഗതി കൊലക്കേസല്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. റൊക്കം 5 ലക്ഷം രൂപ കൈ വെച്ച് നീ ഒന്ന് ജീവിതകാലം നേടിയാലും ആ കാശ് കൈ കിട്ടില്ല. പിന്നെ തോട്ട വെച്ച കേസില് നിന്നെ ഊരിത്തന്നത് ഞങ്ങളാ, അത് നീ മറക്കണ്ട. ഇപ്പൊ ഞങ്ങളോട് സഹകരിച്ച ആ നന്ദി പോലീസിന് എന്നും ഉണ്ടാവും. നീ ആലോചിച്ചിട്ട് പറ. സാനു, സംഗതി 5 ലക്ഷം രൂപ കിട്ടും. കേസും തള്ളിപ്പോവും. നമുക്കാണെങ്കിൽ പൈസയുടെ ആവശ്യമുണ്ട്. പക്ഷെ വീട്ടിൽ സമ്മതിക്കുമെന്നാ? ഞാൻ അമ്മയോട് പറഞ്ഞില്ല. പറഞ്ഞ സമ്മതിക്കില്ലല്ലോ. നാളെ മാറ്റി സാറിന്റെ അടുത്ത് കാര്യം പറയണം. അല്ല, അവർക്ക് വേറെ ആൾക്കാരെ പ്രതി ചേർക്കാനുള്ളത്. ശരിയാ. എന്തൊക്കെയാണ് നീ പറയുന്നത്? കാശിന് വേണ്ടി കണ്ടുപിടിച്ച വഴി കൊള്ളാം. പ്രതിയെ എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? അവളുടെ പഠിപ്പിന് പെട്ടെന്ന് കാശ് വേണ്ടേ? എടാ, അതിനല്ലേ ദൈവം നിനക്ക് കയ്യും കാലും തന്നിരിക്കുന്നത്. ദേ, സാത്താന്റെ വഴിയിലൂടെ പോകാൻ എളുപ്പാ. പക്ഷെ അത് നിനക്ക് നല്ലതിനല്ല. എന്റെ മക്കള് വേറെന്തെങ്കിലും പണി ചെയ്ത് പറ്റുന്നത് പോലെ അവളെ പഠിപ്പിക്കാൻ നോക്ക്. കണ്ടുപിടിച്ച വഴി കൊള്ളാം. ജയിലേ? അല്ലടാ, ഈ നാട്ടിലെന്തൊക്കെയാ സംഭവിക്കുന്നത്? ആളുകളെ വെട്ടിക്കൊല്ലുക, കാശിന് വേണ്ടി മറ്റൊരാളെ പ്രതിയാക്കുക. ഇതെന്ത് ലോകാടാ? ഞങ്ങളില്ല സാറേ, വീട്ടുകാരെ സമ്മതിക്കണില്ല. നീ എന്തിനാ ഈ കാര്യം വീട്ടുകാരോട് പറഞ്ഞത്? ഏതെങ്കിലും വീട്ടുകാരത് സമ്മതിക്കോ? എടാ, നിങ്ങളെ പ്രതിയായിട്ട് പിടിക്കുമ്പോൾ മാത്രം അവരിത് അറിഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ പിന്നെ അവരതിനനുസരിച്ച് പൊരുത്തപ്പെട്ടു പോയേനെ. എടോ, പോലീസിന് ഒരാളോട് ശത്രുതയില്ല. ഈ സർക്കിളിൽ നടന്ന സംഭവം ആയതുകൊണ്ട് നിങ്ങളെ സമീപിച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും സംഖ്യ വേറെ എവിടെ നിന്ന് കിട്ടാനാ? ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. സാറിനൊക്കെ പറയാം.
ഞങ്ങളല്ലേ പെടുന്നത്. ₹1,00,000 പെട്ടെന്ന് മറിക്കാന്ന് പറഞ്ഞാൽ ജീവിക്കാനൊരു മാർഗം കണ്ടെത്തിയതല്ലേ. ഞാനിങ്ങനെ ആർക്കും ചെയ്യാറില്ല, എന്നാലും ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ പലിശ എത്രയായാലും കുഴപ്പമില്ല, കാരണം ഞങ്ങൾക്ക് കാശിന് കുറച്ച് അത്യാവശ്യമുണ്ട്. വേണ്ട, നിങ്ങള് ഈ സംഖ്യക്ക് പലിശ തരണ്ട, മുതല് കൃത്യമായിട്ട് അടച്ചാൽ മതി. ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങള് കൃത്യമായിട്ട് ചെയ്ത ആൾക്കാരല്ലേ നിങ്ങള്. ആ ഒരു നന്ദി എനിക്ക് വേണ്ട. കാര്യം ഞാൻ പിശുക്കനാണെന്ന് ആൾക്കാർ പറയും, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. പക്ഷെ പാത്രം അറിഞ്ഞ് വിളമ്പാൻ ഈ അപ്പൂനെ അറിയാം. മാടക്കര പഞ്ചായത്തിൽ എൻ്റെ ഗ്രാമപദ്ധതിയുമായി ബന്ധപ്പെട്ട് പാപ്പാജി അത് എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്? എന്താണ് മനസ്സിലെ പദ്ധതി? ഈ പദ്ധതിക്ക് 2 അവകാശികളേ ഉള്ളൂ. പാതി നാടിനും പാതി നമുക്കും. അതല്ലേ നേതാവ് രാഷ്ട്രീയം? അതല്ലെങ്കിൽ അങ്ങനെ ആവണം. അപ്പോൾ നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. എൻ്റെ ഗ്രാമം പദ്ധതിയെക്കുറിച്ച് നമ്മുടെ സെക്രട്ടറി ഇവിടെ വിശദീകരിക്കുന്നതാണ്. മാടക്കര പഞ്ചായത്തിലെ എൻ്റെ ഗ്രാമം എന്ന പദ്ധതി നമ്മൾ ഓരോരുത്തരും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് അതിൻ്റെ മാറ്റു കൂട്ടുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഒന്നായി നിൽക്കണം. പാർട്ടിക്കുള്ളിൽ തന്നെ ഈ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന സംസാരം ഒഴിവാക്കണം. എതിർ പാർട്ടിക്കാർക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന സംഭാഷണങ്ങളൊന്നും ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതെ നോക്കണം. അങ്ങനെ വന്നാൽ അത് ഈ പദ്ധതിക്കും പാർട്ടിക്കും ദോഷം ചെയ്യുകയുള്ളൂ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നാണ് ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നേതാവേ, സതുദ്ദേശപരമായ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും യുവജന സംഘടനയുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. പക്ഷെ വികസന പ്രവർത്തനത്തിന്റെ മറവിൽ അഴിമതിയും വ്യക്തി താല്പര്യം ഒരു കാരണവശാലും യുവജന സംഘടന അനുവദിക്കില്ല. നല്ല മുഖങ്ങളാണ് പാർട്ടിക്ക് വേണ്ടത്, നല്ല ജനസേവകരെയാണ് ജനങ്ങൾക്കും വേണ്ടത്. പത്മനാഭൻ, അവനെ ഒതുക്കണം. അവൻ സാറിന്റെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ തന്നെ സാറിനെതിരായി പല പടയൊരുക്കങ്ങളും നടക്കുന്നുണ്ട്. പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലയിൽ അത് സാറിന് ക്ഷീണം ചെയ്യും. ഇപ്പോ പണ്ടത്തെ പോലെയല്ല, പാർട്ടി അന്വേഷിക്കും, നടപടിയെടുക്കും. അത് സാറിന്റെ മുഖച്ചായ്ക്ക് ക്ഷീണമാണ്. അവൻ അവന്റെ കാര്യം നോക്കി നടന്നാ പോരെ. നമ്മൾ പദ്ധതി നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യും. അവനെ അത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. 100% സത്യസന്ധത പുലർത്തുന്ന പാർട്ടിക്കാരും അധികാരം ജീവിച്ചിരുന്നിട്ടില്ല. ഈ ചെക്കന്റെയും വിധി അത് തന്നെയാണ്. മുളയിലേ നുള്ളണം. അവനൊരു കൃമിയാണ്, പാഷാണത്തിലെ കൃമി. അവനെ അധികം വാഴിക്കാൻ കൊള്ളില്ല. അത് തന്നെയാ എൻ്റെ അഭിപ്രായം. ഇന്നു മുതൽ അവന്റെ പിന്നാലെയുണ്ട് എന്റെ കണ്ണുകൾ. സമയവും സന്ദർഭവും ഒത്തുകിട്ടിയാൽ അവനെ 6 അടി മണ്ണിലേക്ക് ഒതുക്കിയിരിക്കും. സൈമൺ സാറേ, എസ്ഐ മാർട്ടിൻ അലനെ ഒന്ന് പോയി കാണണം. ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചോളാം. ഈ വക കാര്യങ്ങൾക്ക് ആള് ബെസ്റ്റാ.
ഹലോ മിസ്റ്റർ മാർട്ടിൻ അലൻ. ഹലോ. എനിക്ക് മാനഹാനി സംഭവിക്കുന്ന യാതൊന്നും സംഭവിച്ചുകൂടാ. അവനെ എനിക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം. കേസ് ഞാൻ ഒതുക്കി തരാം. കേസ് ഞാൻ ഡൈവേർട്ട് ചെയ്യാം. ഒരാളും സംശയിക്കാത്ത രീതിയിൽ. പക്ഷെ കാര്യം കഴിഞ്ഞാൽ കാശ് ഇറക്കേണ്ടി വരും. മണി ഈസ് നോട്ട് എ മാറ്റർ. Then okay. The recovery of the knife, according to the prosecution, was, yeah. Sir. ആന്റണിയുടെ ബെയിൽ മാറ്ററിലെ ഞാൻ തന്നെ ഹാജരായിക്കോളാം. Okay, sir. പൂത്തുന്തല ഇറങ്ങി. സേവിയറിന്റെ ഉറക്കം കിടും, അത് ഉറപ്പാ. ചേച്ചി, ആളി ഇന്നലെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മോന്റെ പേരും പറഞ്ഞ അയാൾ ഇങ്ങോട്ട് വരുന്ന എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് വലുത് കൊച്ചിന്റെ ജീവിതം. ദേ ആന്റണി ജയിലിൽ നിന്ന് വന്നു എന്ന് അറിഞ്ഞു. ഇനിയെങ്കിലും അധികം കൂട്ടുവിടാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ നിങ്ങൾക്കൊരു ടെൻഷനുള്ള പോലെ? ആ ആന്റണി വന്നു അറിഞ്ഞിട്ടാണോ? ഈ ടെൻഷൻ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വാക്കുകൾ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല. അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്തു. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ സീനെ എസൈനെ മാറ്റി നിർത്താൻ നല്ലത്. അല്ലെങ്കിൽ നിങ്ങളെ അവർ കൊലയ്ക്ക് കൊടുക്കും. എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, അത് ഓർമ്മ വേണം. അനുചേട്ടാ, നിങ്ങൾ തട്ടുകടയൊക്കെ തുടങ്ങിയെന്നറിഞ്ഞു. എങ്ങനെയുണ്ടാ കച്ചവടം? എങ്ങനെയുണ്ട്? തരക്കേടില്ല. പിന്നെ ചേട്ടൻ വന്ന സന്തോഷത്തിൽ ഞാനൊരു ഫുള്ള് മേടിച്ചുകൊണ്ടെങ്കിൽ പോന്നു. ഞാൻ കൂടിയൊക്കെ നിർത്തിയതാ. നെഞ്ചിലേ ആരീരാരും മെല്ലെ മെല്ലെ മാഞ്ഞു പോ പാടിടാൻ താരാട്ടിൻ്റെ ഈണം ചുണ്ടിലൂർന്നു പോയി പൊഴിയാതെ പോയുരൻ മനമൂറും സ്നേഹവും പറയാതെ പോയുരൻ ഹൃദയത്തിലൂറും സ്വപ്നമേ അപ്പാ, അപ്പാ, ഇച്ചായൻ എന്താ ഇങ്ങനെ? ഒന്നും മിണ്ടുന്നു പോലും ഇല്ലല്ലോ. വീട്ടിൽ കയറാൻ ഇഷ്ടമില്ലാത്ത ആളാ. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി അപ്പ തന്നെ തിരിച്ചു വരിക. അവനെ ജെറീനയും മോനും ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമം. അവരൊന്ന് വന്നിരുന്നെങ്കിൽ ഈ അവസ്ഥയൊക്കെ മാറുമായിരുന്നു.
നീ ഇന്നലെ പോയതല്ലേ? എവിടെ ആയിരുന്നു രാത്രി? കുറച്ച് പോസ്റ്റർ ഒട്ടിക്കണ്ടായിരുന്നു. നിന്നോട് രാഷ്ട്രീയം വേണ്ടാന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മോനെ. ഈ വലിയ വലിയ ആൾക്കാരുമായിട്ട് നീ എന്തിനാ ഇങ്ങനെ തല്ലുകൂടാൻ പോണത്? ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ മാത്രല്ലല്ലോ, ഈ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് എന്റെ കൂടെ. എനിക്ക് നീ മാത്രല്ലേ ഉള്ളൂ, അത് നിനക്ക് ഓർമ്മ വേണം മോനെ. അമ്മേ, ഈ സൈമൺ പാപ്പാജി ഈ നാടിനും പാർട്ടിനും വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഇതിന്റെ പിന്നിൽ അവനാ ആ പത്മനാഭൻ. ഓരോ ദിവസം ചെല്ലും തോറും അവൻ പുലിവാല് പിടിപ്പിക്കുക. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുൻപ് അവനെ തീർക്കുന്നതായിരിക്കും നല്ലത്. നാളെ ഞാൻ വൈകിയ ജോലിക്ക് വരും. കാലത്തന്നെ യുവജന സംഘടനയുടെ മീറ്റിംഗ് ഉണ്ട്. മകനോട് പറഞ്ഞേക്ക് എന്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന്. അതവനത്ര നല്ലതല്ല. അമ്മ ഒന്ന് വിഷമിക്കാതിരിക്കെ. പത്മനാഭൻ ചേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചാ എന്തു വന്നാലും അത് നടത്തും. അമ്മേ, എല്ലാവർക്കും ഉപകാരമേ ചെയ്യാറുള്ളൂന്ന് ഞങ്ങൾ ഈ അയലോക്കക്കാർക്കറിയാം. അതെനിക്കറിയാം മോളെ. എന്നാലും ഇങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി നടന്ന് അവസാനം ദോഷം മാത്രമേ ഉണ്ടാവൂ. അതാ എനിക്ക് പേടി. അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ. ഈ സൈമൺ പാപ്പാജിയുടെ വരട്ടൊന്നും പത്മനാഭൻ ചേട്ടൻ്റെ അടുത്ത് നടക്കില്ല. ഞങ്ങളുണ്ട് ഈ യുവജന സംഘടനയിൽ. ഓക്കെ. ഈ അടുത്ത് തന്നെ തട്ടാനാ പ്ലാൻ. തട്ടിക്കഴിഞ്ഞ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സാർ നോക്കണം. അത് ഞാൻ ഏറ്റു. അവനെ കൊന്നിട്ട് വാ. ഇപ്പൊ അവനെ തട്ടരുത്. തട്ടേണ്ട സമയം ഞാൻ പറയാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ നീക്കണം. എന്നാലേ ഞാൻ വിചാരിച്ച പല കാര്യങ്ങൾ നടക്കും. പ്രതിയെ മാറ്റി ഹാജരാക്കുമ്പോൾ ഒരു ബിലീവബിൾ സ്റ്റോറി ഉണ്ടാവണം. അതിനുള്ള വഴി എനിക്കറിയാം. അതുപോലെ നടന്നാൽ പത്മനാഭന്റെ മരണത്തിൽ പിന്നൊരാള് സൈമൺ പാപ്പാജിയെ സംശയിക്കും. എന്നെ സംശയിക്കുന്ന ഒരു തുമ്പ് പോലും ഉണ്ടാവാൻ പാടില്ല. അതിനെന്താ വഴി? അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ചെയ്താൽ മതി. രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടത് മൂന്നാമതൊരു കണ്ണാണ്. തന്ത്രവും കുതന്ത്രവും ആ കണ്ണിലൂടെ വേണം കാണാൻ. കാര്യം നടന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കെട്ടുകൂടി ഞാൻ തരും. ഏത് തട്ടേടാ? റെയിൽവേ പാലത്തിന്റെ താഴത്തുള്ള തട്ടടാ. പോത്തുന്തലിന്റെ പിള്ളേര് നടത്തണതാ. സൂപ്പർ ഫുഡാ, നല്ല കച്ചവടാ. ഇന്ന് പോവാ. അടിപൊളിയല്ലേ? കാപ്പി സൂപ്പറായിട്ടുണ്ട്. ആ, ഞാൻ ഇടയ്ക്ക് വരാനുള്ളതാ. സൂപ്പർ മീൻകറി. മീൻകറി മാത്രല്ല, ചിക്കനും ബീഫും ഒക്കെ സൂപ്പറാ. ഇവരിപ്പോ തുടങ്ങിയിട്ടുള്ളൂ. നല്ല കച്ചവടാ. എന്താ കാണിച്ചത്? എന്താ കാണിച്ചത്? എന്താ നീ കാണിച്ചത്? നീ കളിക്കേ? ഇവരെന്തിനാ കാണിക്കുന്നത്? മര്യാദക്ക് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നല്ലേ? പന്നികളൊക്കെ കൂടി മതി, ഇത്രയും മതി. ബാക്കി കാര്യങ്ങൾ മാറ്റി നോക്കും. സാറേ, പുറത്താരും അറിയരുതിട്ടാ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. എന്നെ വിശ്വസിച്ചവരാരെയും ഞാൻ ചതിക്കാറില്ല. പത്മനാഭൻ എവിടെ ഇല്ലേ? ഇല്ല, പുറത്തു പോയിരിക്കുക. പത്മനാഭൻ ഒരു പൊതുപ്രവർത്തനാന്നുള്ള കാര്യം മറന്നു. വെറും ഒരു ലോക്കൽ ഗുണ്ടയുടെ നിലവാരത്തിലേക്ക് അവൻ മാറി തല്ലുണ്ടാക്കി. അത്ര നല്ലതിനല്ല. ഇപ്പൊ പരാതി ഒന്നുമില്ല. പക്ഷേ പരാതി എന്തെങ്കിലും ഉണ്ടായ പിടിച്ചകത്തിടും ഞാൻ. അവനോടുള്ള താല്പര്യം കൊണ്ട് പറഞ്ഞെന്നുള്ളൂ. വരുമ്പോ പറഞ്ഞേക്ക്.
ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല സാറേ. മര്യാദക്ക് ജീവിക്കാനാ പരിപാടി. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാം, ഞാൻ നോക്കാം. ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല സാറേ. ഇല്ലെങ്കിൽ കൊള്ളാം. പിന്നെ നിങ്ങള് പോത്തും തലയെ പോലെ നേരിട്ട് അംഗം വെട്ടാനാണ് ഉദ്ദേശമെങ്കിൽ അകത്ത് കിടക്കും മക്കളെ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതെന്താണ് എല്ലാവരും ഇങ്ങനെ നമ്മുടെ നെഞ്ചത്തേക്ക്? മര്യാദക്ക് പണിയെടുത്ത് ജീവിക്കാനും സമ്മതിക്കൂലേ? എനിക്കൊന്നും അറിയാൻ പാടില്ല. ആന്റണി, നീ വന്നു എന്നറിഞ്ഞു. സ്റ്റേഷനിൽ ഒപ്പിടാൻ വന്നപ്പോഴൊന്നും നിന്നെ കാണാൻ പറ്റില്ല. അപ്പോ സുഖമായിരുന്നില്ല ആന്റണി? സാറേ, എല്ലാം മറന്ന് ഒതുങ്ങുക ഞാൻ കുടുംബം മറന്ന് ജീവിച്ചതിന്റെ ശിക്ഷയായിട്ടേ ഇതിനെ കണ്ടിട്ടുള്ളൂ. മാളത്തിൽ ഒതുങ്ങിയിരിക്കുന്ന എന്നെ കോലിട്ട് കുത്താൻ നോക്കലട്ടെ സാറേ. ഈ പോലീസുകാരിങ്ങനെ നമ്മളെന്താ ചെയ്യാ? ചില പോലീസുകാരിങ്ങനെയാ, വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എന്നും അവർ വിചാരിക്കണ പോലെ കാര്യം നടക്കണമെന്നില്ല. എന്നെങ്കിലും ഒരു ദിവസം അവരടിപതറി വീഴും. അച്ഛനറിയാമോ, ഞാൻ ഇന്നുവരെ പുണ്യാളുടെ മുമ്പിൽ തിരികെ എത്തിച്ചിട്ടില്ല. ഇതിപ്പോ എനിക്ക് വേണ്ടിയല്ല, എന്റെ മോനും റെജീനക്കും വേണ്ടിയാ. ഇനിയിപ്പോ അവരെ എനിക്ക് കാണാൻ പറ്റുമെന്ന് പോലും ഒരുറപ്പുമില്ല. വരട്ടെ അച്ഛോ. റെജീനൊന്നും പറഞ്ഞില്ല. പാപ്പരത്ത് കുടുംബത്തിലെ എന്നും ദുരന്തങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം അതിൻ്റെ അവസ്ഥ കൂടി വരിക. ആൻ്റണിയുടെ ജീവിതത്തിലേക്ക് റെജീന തിരിച്ചു വന്ന അതെല്ലാവർക്കും ഒരു ആശ്വാസവും. റെജീന മനസമാധാനത്തോടൊന്ന് ചിന്തിച്ചു നോക്കുക. തെറ്റുകൾ ഒന്നിനെയും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. എങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. പുതിയൊരു ജീവിതം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി തുടങ്ങിക്കൂടെ? എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് അച്ഛൻ. ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുക. ആന്റണിയെ ഒരിക്കലും റെജീനയ്ക്ക് മറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആന്റണിയുടെ പേരിന്റെ സ്ഥാനത്ത് മറ്റൊരാളുടെ പേര് റെജീന കൂട്ടിച്ചേർക്കുമായിരുന്നു. വേവോളം ക്ഷമിച്ചില്ലേ, ഇനി 6ഓളം കൂടി ക്ഷമിക്ക്. മാർട്ടിൻ എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ വാരിക്കൊന്തം കൂർപ്പിച്ചോണ്ടിരിക്കുക എന്റെ പള്ള കയറ്റാൻ. അതിന്റെ മോനെ കൂർത്തു കഴിഞ്ഞാൽ എന്റെ കാറ്റങ്ങ് പോവും. അതിനു മുമ്പ് ആ തല വെട്ടിമാറ്റി അടിച്ചു പരത്തണം. അല്ല, എന്നേക്കാണ് അത് പ്ലാൻ ചെയ്യുന്നത്?
ക്രിസ്മസിന്റെ തലേദിവസം രാത്രി ആ ഒച്ചപ്പാടനടെ തീർക്കണവനെ. അന്ന് തന്നെ പൊടിയനെയും സാനുവിനെ അറസ്റ്റ് ചെയ്യും. തട്ടുകടയിലെ തർക്കം ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചു എന്ന് പത്രവാർത്ത എല്ലാവരും വിശ്വസിച്ചോളൂ. അത് കൊള്ളാം. സൂപ്പർ ഐഡിയ, ബമ്പർ സൂപ്പർ. ഇച്ചായ, നമുക്കൊന്ന് പള്ളി പോയിട്ട് വന്നാലോ? ജെറീനെയും മോനെ അപ്പനെയും കൂട്ടാം. പോവാം. നാളെ പാതിര 12 മണിക്കല്ലേ ഉണ്ണിയേശു മണ്ണിൽ വന്ന് പിറന്നത് അല്ലേ? അപ്പോ നാളെ 12 മണിക്ക് തന്നെ ഒരു ഉണ്ണീശോയെ ഭൂമി അങ്ങോട്ട് സ്വർഗത്തിലേക്ക് വിട്ടാലോ? ആയിക്കോട്ടെ, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എവിടെ വേണേ പോയിക്കോട്ടെ, അതൊക്കെ അവന്റെ ഇഷ്ടം. ഇതുപോലൊരു സൽപുത്രൻ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നതല്ലേ പാപ്പാജിക്ക് നല്ലത് അല്ലേ? പിന്നെ സംഭവം നടന്ന അന്ന് രാത്രി തന്നെ പിള്ളേരെ പിടിച്ച് പൂട്ടും. പറ്റിയാൽ ആ പോത്തും തലയെ CIയും ASIയും കൂടെ ആന്റണിനെ പൂട്ടാനുള്ള പരിപാടിയാണ് നടത്തുന്നത്. മാത്തൻ സാർ അതൊന്ന് ചെന്ന് ആന്റണിയോട് പറഞ്ഞേക്ക്. ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അഴിമതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവരെ ഇല്ലാതാക്കാനുള്ള പ്രവണത പാർട്ടിയിലെ തലോട്ടപ്പന്മാർക്ക് പണ്ടേ ഉള്ളതാ. നമുക്കതിന് ബലിയാടാവാൻ പറ്റില്ല. സൈമൺ പാപ്പാജി ഒരു ചൂട് വെച്ചാലേ നമ്മൾ 2 ചൂട് വെക്കണം. പത്മനാഭ, ഇനി കളറഞ്ഞ് കളിക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. മാത്തൻ സാറേ, ഈ ഭൂമി ആർക്കൊക്കെ ഉള്ളതാ? എല്ലാവർക്കും ജീവിക്കാനുള്ളതാ ഈ ഭൂമി. ആണല്ല. അത് ഈ മാടക്കര സ്റ്റേഷനിലെ ഏമാന്മാർക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് അറിയിച്ചു കൊടുക്കണ്ടേ? അത് വേണം. എല്ലാം മറന്ന് നല്ല വഴി നടന്നപ്പോ അതിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുമ്പഴി ഒരുക്കിയ അത് ശരിയാവോ പൊടിയ? അത് ശരിയാവൂല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം സാറ് പറ. നിയമം അനുശാസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആന്റണിക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടെന്ന്. എന്നായി ക്രിസ്മസ് നമുക്കൊന്ന് ആഘോഷിച്ചാലാണ് ചേട്ടാ. വെറുതെ ആഘോഷിച്ചാ പോരാ, നല്ല കരോളൊക്കെ ഒരുക്കി ആഘോഷിക്കണം. മാത്തൻ സാറേ, ഈ കരോള് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കണതല്ല, മാടക്കര സ്റ്റേഷനിലെ ചില പോലീസ് ഏമാന്മാർക്ക് വേണ്ടിയാ. സാനു, ഞാനിവിടെ. മാർട്ടിൻ, കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. ഞാനിവിടെ തന്നെ ഉണ്ട്. ആ പിള്ളേരെ നൈസായിട്ട് കൂട്ടണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിവിടെ വന്നിട്ട് ചെയ്താൽ മതി. ഹാപ്പി ക്രിസ്മസ്.
സാറേ ഹാപ്പി ക്രിസ്മസ്. ഇനി നീ സാത്താന്റെ അടുത്ത് പോയി കളിക്ക്. ഇത് ഞങ്ങളെടുത്ത തീരുമാനമല്ല, നീ എടുത്ത തീരുമാനം. തൂക്കിയെടുത്ത് പാളത്തിലിടാ. ഹലോ സാറേ, അവരോട് കാണുന്നില്ലല്ലോ. നിങ്ങളവിടെ മൊത്തം നോക്കിക്കോ. ആ, ഞങ്ങളിവിടെ റെയിൽവേ കോളനിലൊന്ന് നോക്കട്ടെ. ഞാനിവിടെ മാർക്കറ്റിലെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാ അപ്പം അറിയിക്കണം. ഇത് ഞാൻ സാറിനുണ്ടാക്കിയ കേക്കാ. ഇത് മുറിച്ചിട്ട് സാറ് പോയാ മതി. ആന്റണി, നീ എനിക്കൊരു കേക്ക് തന്ന സ്ഥിതിക്ക് നിനക്ക് നല്ലൊരു കരോട് ഞാൻ ഒരുക്കണ്ടേ? കൂടി എന്നെ പോത്തുണ്ടലയാക്കിയല്ലേ? എന്നാ തല വെച്ച് ഞാനൊന്ന് ആടി തീർക്കട്ടാ. എഴുത്ത തൂക്കണ പന്നിന.